السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آله وصحبه وأتباعه وأزواجه وأهل بيت سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا أصحاب الوقت أعرض بحكم النيابة عنكم يا صاحب الوقت أعرض بكم نيابة عنكم وأضع جبهتي تحت قدميكم يا صاحب الوقت في جبهتي تحت نعالكم أعرض بحكم نيابة عنكم كافها يا عين صاد صفيت حميم عين سين قاف هميت وبحمزة القهاد عم المصطفى صد الإله وسيد الشهداء وبحمزة القهاد عم المصطفى صد الإله وسيد الشهداء وبحمزة القهاد عم المصطفى صد الإله وسيد الشهداء وعلموا يا أمة سيدنا مولانا محمد. സ്നേഹമുള്ള ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, അല്ലാഹുവിൻ്റെ അടിമകളിൽ അല്ലാഹു ഈ ലോകത്തിൻ്റെയും നാളെ പരലോകത്തിൻ്റെയും പ്രമേയമായി അവതരിപ്പിക്കുന്നത് മനുഷ്യനെയാണ്. അഥവാ ഈ ലോകം മൊത്തം പടച്ചിട്ടുള്ളത് മനുഷ്യന് വേണ്ടിയാണ്. പരലോകത്തെ സംവിധാനിച്ചു വെച്ചതും മനുഷ്യർക്ക് വേണ്ടിയാണ്. ഒരു വേള ജിന്നുകളെപ്പോലും മനുഷ്യന് ഖിദ്മ ചെയ്യാൻ വേണ്ടിയാണ് അല്ലാഹു പഠിച്ചിട്ടുള്ളത്. ജിന്നുകൾ സ്വർഗത്തിലുണ്ടോ എന്നത് ചർച്ചയാണ്. ഉണ്ടെങ്കിൽ തന്നെ തുഫൈലിയായി വല്ലിപ്പയോട് കല്യാണം പറഞ്ഞാൽ പേരക്കുട്ടിയുടെ കൈപിടിച്ച് വല്ലിപ്പ പോകുന്നത് പോലെയുള്ള ഒരു പോക്ക് ജനങ്ങളുടെ തുഫൈലിയായിട്ട് ജിന്ന് സ്വർഗത്തിൽ കടക്കുന്നുള്ളൂ എന്നാണ്. ലോകത്തെ പരകോടി സൃഷ്ടിചരാചരങ്ങളിൽ നിന്ന് ഒരു രണ്ട് കൈ കൂട്ടിപ്പിടിച്ചാൽ അതിലൊതുങ്ങാൻ മനുഷ്യരില്ല. ഇത്രയും കുറഞ്ഞ മനുഷ്യർക്ക് വേണ്ടി, അഥവാ ഒന്നുകൂടി എന്റെ മുതഅല്ലിമീങ്ങൾക്ക് ബോധ്യപ്പെടാൻ, ഒരു നിസ്കാരത്തിൽ 9 തവണ നമ്മൾ സ്വലാത്ത് ചൊല്ലും. ഇന്ന് ലോകത്ത് 220 കോടി ജനങ്ങൾ മുസ്ലിങ്ങളായിട്ടുണ്ട്. എല്ലാവരും ഒന്നും നിസ്കരിക്കൂല. ഒരു 150 കോടി ജനങ്ങൾ നിസ്കരിക്കും എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ ഈ 150 കോടി ജനങ്ങൾ 9 തവണ നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ സ്വലാത്തിന്റെ ഓരോ സ്വലാത്തിന്റെ കണക്കിനും ഒരു ഫ്രഷ് പുതിയ ഒരു മലക്കിനെ അല്ലാഹു പടക്കുന്നു. ആ ചൊല്ലിയ സ്വലാത്തിനെ മുത്തുനബിയിലേക്ക് എത്തിക്കാൻ വേണ്ടി പുതിയ ഒരു മലക്കിനെ പടക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം എത്ര മലക്കുകളെ പുതിയത് പടക്കും? അതുകൊണ്ടാണ് ഞാൻ ലോകത്തെ മുഴുവൻ വസ്തുക്കളും എടുത്താൽ 2 കൈക്കുമ്പിളിലേക്ക്
ഒതുങ്ങാൻ മാത്രം തുച്ഛമായ വിരളമായ മനുഷ്യനാണ് ഈ ലോകത്തിന്റെ പ്രമേയം. ബാക്കിയുള്ളവരൊക്കെ മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുകയാണ്. പാമ്പും തേളും മനുഷ്യൻ ശ്വസിക്കുന്ന വായു ശുചീകരിക്കാൻ വേണ്ടി ചാവേറുകളാവുകയാണ്. അവർ വിഷവായു വലിച്ചെടുത്തപ്പോഴാണ് വിഷജന്തുക്കളായത്. ആ വിഷജന്തുക്കൾ വിഷവായു വലിച്ചെടുത്ത് നമ്മൾക്ക് വേണ്ടി അവര് ചാവേറുകളാവുകയാണ്. ലോകത്തെ സസ്യങ്ങളും നദികളും പുഴകളും വെള്ളവും മണ്ണും വിണ്ണും മുഴുവനും മനുഷ്യർക്ക് വേണ്ടി സജ്ജമായി നിൽക്കുന്നു. മനുഷ്യനോ അല്ലാഹുവിന് വേണ്ടി. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ വല്ലാഹു ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. ഭൂമിയിൽ അധിവസിക്കുന്നത് കൊണ്ടാണ് ഭൂമിയിലുള്ള ഒന്ന് എന്ന് പറയാൻ കാരണം. ആകാശത്തിലുള്ള ഒന്ന് നമ്മൾക്ക് വേണ്ടി പടക്കാത്തത് കൊണ്ടല്ല, ഭൂമിയിലല്ലേ നമ്മൾ അധിവസിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ടാവട്ടത്തെ അള്ളാഹു വിശദീകരിച്ചതാണ്. നാളെ പരലോകത്തെത്തുമ്പോൾ ഈ കോടാന ബ്രില്യൻ കണക്കിന് മലക്കുകൾ, ഇവിടത്തെ ജന്തുക്കൾ, നാൽക്കാലികൾ, വന്യമൃഗങ്ങൾ, കോഴികൾ, ഇവിടത്തെ പറവകൾ, പക്ഷികളെല്ലാം അവരൊക്കെ ഒരുമിച്ച് കൂട്ടി അവരൊക്കെ മണ്ണായി പോകും. മലായിക്കത്തുകൾ യതലാശൗനയാകും, അവരിൽ ആശയായി പോകും. പിന്നീട് ആ ലോകം നമുക്കുള്ളതാണ്. ഈ ലോകത്ത് അവരൊക്കെ ജീവിച്ചത് നമുക്ക് വേണ്ടിയുമാണ്. റിദ്വാൻ അലൈഹിസ്സലാമിനെ പോലെ, മാലിക് അലൈഹിസ്സലാമിനെ പോലെ പ്രത്യേകം ഡ്യൂട്ടി നിശ്ചയിച്ചവർ വീണ്ടും ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. ഇതിൽ നിന്ന് തന്നെ നമ്മുടെ മഹത്വം നമ്മൾ ഉൾക്കൊള്ളണം. വെറുതെയാണോ അല്ലാഹു തആല വലഖദ് കറംനാ ബനി ആദം എന്ന് പറഞ്ഞത്? അവിടെ കുഫ്രിയത്തിനെയോ ഇസ്ലാമിനെയോ നിഫാഖിനെയോ ഒന്നും തരംതിരിക്കാതെ ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് പറയാൻ കാരണം ഇതെല്ലാം നമ്മൾക്ക് വേണ്ടി സെറ്റപ്പാണ്. ഈ ഭൗതിക ലോകത്തെ മുഴുവൻ സംവിധാനങ്ങളും നമുക്ക് വേണ്ടി സെറ്റപ്പാണ്, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ അല്ലാഹു നമ്മെ ആദരിച്ചിരിക്കുന്നു. ആദരിച്ച നമ്മൾ അല്ലാഹുവിനോട് ചെയ്യേണ്ട തിരിച്ചുള്ളൊരു കടപ്പാടുണ്ട്. ആ കടപ്പാട് നമ്മുടെ ഈമാനാണ്, നമ്മുടെ കർമ്മമാണ്, നമ്മുടെ പ്രബോധനമാണ്, നമ്മുടെ സ്വഭാവമാണ്, നമ്മൾ മനുഷ്യരായി ജീവിക്കലാണ്. അത് ചെയ്യാത്തവരെ പറ്റി അല്ലാഹ്ക്ക് പറയേണ്ടി വന്നു. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹി സുമ്മുൽ ബുക്കുമുല്ലദീന ലാ യഅഖിലൂൻ. ഏറ്റവും വലിയ നികൃഷ്ട ജീവി ഈമാനില്ലാത്തവരാണെന്ന് പടച്ചവന് പറയേണ്ടി വന്നതാണ്. ആദം സന്തതികളെ നമ്മൾ ആദരിച്ചു എന്ന് പറയുമ്പോൾ തിരിച്ചു നൽകേണ്ടിയിരുന്നു അതിന്റെ പ്രത്യുപകാരം, അതിന്റെ നന്ദി. അത് പലരും നൽകിയില്ല. നിങ്ങൾക്ക് കണ്ണും നാക്കും മൂക്കുമൊക്കെ തന്നു, നിങ്ങൾ നന്ദി ചെയ്തില്ലല്ലോ. നിങ്ങളെ നമ്മൾ ആദരിച്ചു, നിങ്ങൾ പ്രത്യുപകാരം ചെയ്തില്ലല്ലോ എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. എന്നാൽ അല്ലാഹു നമ്മൾക്ക് അതും തന്നു, ഈമാനും തന്നു. അതിന്റെ പുറമെ നമ്മൾക്ക് കിട്ടിയ ഈമാനാണെങ്കിലോ സ്ഫടിക സമാന ഈമാൻ, കളങ്കരഹിത ഈമാൻ, നിഷ്കപടമായ ഈമാൻ, നിസ്വാർത്ഥമായ ഈമാൻ.
എന്തൊക്കെ അതിനെ സംബന്ധിച്ച് പറഞ്ഞാലും ഊതി തീരില്ല. അത്രയും പളുങ്കായ ഈമാൻ. നമ്മളെ പ്രസവിച്ചത് വല്ല പുളിക്കലിലെയോ മങ്കടയിലെയൊക്കെ ഉമ്മമാരാണെങ്കിൽ നമുക്ക് ഈ പളുങ്കായ ഈമാൻ കിട്ടൂലായിരുന്നു. അതിന്റെ പുറമെ അല്ലാഹു തആല നമ്മൾക്ക് പാരമ്പര്യ ഈമാനും ഇസ്ലാമും തന്നതിൽ പിറകെ ഈ ഇസ്ലാമിനെ നോവിക്കുന്നവരോട് അമർഷം തന്നു. അത് നമ്മുടെ ഈമാന്റെ പ്രത്യേകതയാണ്. ഈ ഈമാനിനെ നോവിക്കുന്നവരുടെ തോളിൽ കൈയിടുന്നവരോട് നമ്മൾ സമരത്തിലാണ്. കാരണം ഉമ്മയെ രാവിലെ സമയത്ത് ചീത്ത പറഞ്ഞ, പുലഭ്യം പറഞ്ഞ അയൽക്കാരന്റെ ബൈക്കിന്റെ ബാക്കിൽ ആ ഉമ്മാന്റെ മകൻ പോകുന്നത് കണ്ടാൽ ആ ഉമ്മ മനസ്സ് പൊട്ടുന്നത് പോലെ നമ്മുടെ ഹബീബായ മുത്തുനബിയെ കുറ്റം പറയുന്നവന്റെ തോളിൽ കൈയിടുന്നത് ഈ ഉമ്മത്തിൽപ്പെട്ട നമ്മൾ കണ്ടാൽ അവരോട് നമ്മൾക്ക് അമർഷമാണ്, പ്രതിഷേധമാണ്, വെറുപ്പാണ്. അങ്ങനത്തെ ഒരു ഈമാൻ. ഇതെല്ലാം തന്നതിന് ശേഷം അള്ളാഹു നമ്മൾക്ക് ഒരു വലിയ സെലക്ട് തന്നു. അതെന്താണ്? വളരെ പ്രധാനപ്പെട്ട ആളുകൾക്ക് മാത്രം കൊടുക്കാൻ വേണ്ടി അള്ളാഹു മാറ്റിവെച്ച ഇൽമ് എന്നൊരു സാധനം. എന്താണ് മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ എന്ന ഈ ഹദീസിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഈ ഹദീസിനെ ഇഖ്തിബാസ് ചെയ്തുകൊണ്ട് ഇമാം നവവി തങ്ങൾ മിൻഹാജിന്റെ ആദ്യം തുടങ്ങിയത് എന്താണ്? ലിമൻ യശാഉ എന്നാണ്. മൻ ഇഖ്താറഹു മിനൽ ഇബാദി മൻ യശാഉ എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? ഇത് എല്ലാവർക്കും കൊടുക്കുന്നതല്ല. നമ്മളെ പിതാവ് ആധാരെടുത്ത് കയ്യിൽ തന്നിട്ട് ഇതിൽ നിന്നൊരു 10-15 സെന്റ് എഴുതിയെടുത്തടാ എന്ന് അയലോക്കക്കാരോട് പറയില്ല, നാട്ടുകാരോട് പറയില്ല. അത് സ്വന്തക്കാരായ നമ്മളോടെ പറയുള്ളൂ, അത് മക്കളോടെ പറയുള്ളൂ. എന്നതുപോലെ അള്ളാഹുവിന്റെ സ്വന്തക്കാരായ നമ്മളോട് അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ നിന്ന് പവിത്രമായ ഒരു വിശേഷണത്തെ പകുത്തു തരാൻ അള്ളാഹു നമ്മെ സെലക്ട് ചെയ്തു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അള്ളാഹു പൊരുത്തപ്പെടാൻ തെരഞ്ഞെടുത്തവരിൽ നമ്മെ ഉൾക്കൊള്ളിച്ചു. ഇനി ബാക്കിയുള്ളവർക്കൊക്കെ രക്ഷപ്പെടണമെങ്കിൽ നമ്മെ ഡിപ്പെൻഡ് ചെയ്യണം. അതാണ് കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിയൻ ഫലാ തകുൻ ഖാമിസ എന്നതിന്റെ അർത്ഥം എന്താ? അഞ്ചാമത്തെ ഒരു കക്ഷിക്ക് രക്ഷപ്പെടാൻ പഴുതില്ല. ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ഇൽമാണ്. അത് തന്നെ തൂങ്ങിപ്പിടിച്ചുണ്ടാക്കണം. ഇല്ലെങ്കിൽ ശ്രമം തുടരണം. ഇല്ലെങ്കിൽ അവർ പറയുന്നത് കാതോർക്കാനെങ്കിലും മനസ്സ് കാണിക്കണം. ഇല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ മനസ്സ് കാണിക്കണം. ഇത് നാലുമേ രക്ഷപ്പെടാനുള്ള ആധാരമുള്ളൂ. അഞ്ചാമത്തെ ഒരു കൂട്ടത്തിൽപ്പെട്ടാൽ രക്ഷപ്പെടൂല. ഇതൊരു വലിയ സംഭവമാണ് മക്കളെ. അതുകൊണ്ട് അല്ലാഹു തആല നമ്മെ ഇൽമിന് വേണ്ടി സെലക്ട് ചെയ്തു എന്നതിന്റെ അർത്ഥം അല്ലാഹു നമ്മെ പൊരുത്തപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു എന്നർത്ഥം. ഈ തീരുമാനം അല്ലാഹു നടപ്പാക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഇപ്പോൾ സെലക്ട് കഴിഞ്ഞിട്ടില്ല, ഉറപ്പിച്ചിട്ടില്ല. ഈ സെലക്ട് ചെയ്തോടത്ത് നമ്മൾ നിൽക്കുന്നുണ്ടോ ഇല്ലേ, നമ്മൾ ഇതിന്റെ കൂടെ നിൽക്കുമല്ലേ എന്ന് അള്ളാഹു നമ്മൾക്ക് ഇഖ്തിയാറിന്റെ
ഒരു സെലക്ട് അധികാരം തന്ന് തെരഞ്ഞെടുക്കാനുള്ള ഒരു ഇഖ്തിയാർ തന്ന് അള്ളാഹ് നമ്മളങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവരെന്താ കാട്ടുക? അതുകൊണ്ട് ഈ ഒരുമിച്ച് കൂടിയ മുതഅല്ലിമീങ്ങൾ ഒരു കാര്യം തീരുമാനിക്കണം. ഞാൻ എന്നെ അള്ളാഹു പൊരുത്തപ്പെടാൻ വേണ്ടി തീരുമാനിച്ചെങ്കിൽ ഞാൻ അതിന്റെ കൂടെ ചേർന്ന് നിൽക്കും. എനിക്ക് കിതാബ് തിരിഞ്ഞോ തിരിഞ്ഞില്ലേ, എനിക്ക് തർക്കീബ് കിട്ടുന്നുണ്ടോ ഇല്ലേ, എനിക്ക് ഇസ്തിയാഖത്തും റശയും മുത്തലഖും വകതിരിഞ്ഞ് മനസ്സിലാണുണ്ടോ ഇല്ലേ, ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ അള്ളാഹു എന്നെ നിർത്തിയെടുത്ത് ഞാൻ നിൽക്കും. എനിക്കെന്തൊക്കെ തിരിയണം, എന്തൊക്കെ തിരിയണ്ട എന്നതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഞാനതുകൊണ്ട് എങ്ങനെ തിരിയണം, ഇങ്ങനെ തിരിഞ്ഞാലേ അള്ളാഹു എന്നെ സ്വീകരിക്കുള്ളൂ, പൊരുത്തപ്പെടുള്ളൂ. ഇതൊന്നും തിരിഞ്ഞില്ലെങ്കിൽ പൊരുത്തപ്പെടൂല, സ്വീകരിക്കൂല. അങ്ങനൊന്നും അന്ന് ഡിമാൻഡ് വെച്ചിട്ടില്ല. ഈ കൂട്ടത്തിലൊന്ന് നിന്ന് കിട്ടിയാൽ മതി. പല ആൾക്കാരുണ്ടാവും. പരമാവധി വന്നാൽ മുതഅല്ലിമീങ്ങളെ ഈ രംഗത്ത് വന്നാൽ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു ഖിദ്മ എന്നത് ഈ രംഗത്ത് എന്താണ്? പള്ളിയിൽ ബാങ്ക് കൊടുക്കുക. പള്ളിയിൽ ബാങ്ക് കൊടുക്കുക എന്നുള്ള പണി നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും പള്ളിയിൽ ബാങ്ക് കൊടുക്കുക എന്നുള്ള പണിയാ കിട്ടിയത്. എന്താ അതിന്റെ അർത്ഥം എന്നറിയാതെ? 5 വഖ്ത് നിസ്കാരം അവ്വൽ വഖ്തിൽ ഇമാമിനോട് തക്ബീറത്തുൽ ഇഹ്റാമിൽ ഇസ്തിസ്ഹാബ് ചെയ്തുകൊണ്ട് പൂർണ്ണമായി 5 വഖ്ത് നിസ്കാരം സമയം തെറ്റാതെ ജമാഅത്തോടു കൂടി നിസ്കരിക്കാൻ പറ്റും. അവ്വൽ വഖ്തിൽ 5 വഖ്ത് നിസ്കരിക്കുന്നവർ സുദീർഘമായ ഒരു കാലഘട്ടം 5 വഖ്തിലും ഇസ്തിസ്ഹാബ് തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി നിസ്കരിക്കുന്നവർ ഈ രംഗത്ത് തൗഫീഖ് നൽകപ്പെട്ടവരല്ലാതെ ആരാണ്? 5 വഖ്ത് നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റിൽ ഒന്നുപോലും ഒഴിയാതെ ചൊല്ലുന്നവർ ഈ രംഗത്ത് മൊല്ലാക്കയല്ലാതെ ആരാണ്? ഒരു റക്അത്ത് പോലും മസ്ബൂഖായി നിസ്കരിക്കാതെ ജമാഅത്ത് പൂർണ്ണമായി നിസ്കരിച്ചവൻ മൊല്ലാക്കയല്ലാതെ ആരാണ്? നിസ്കാരത്തിന്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരം പൂർണ്ണമായും നിസ്കരിച്ചിട്ടില്ല എന്ന് സർട്ടിഫൈ ചെയ്യാൻ പറ്റിയത് മൊല്ലാക്കയല്ലാതെ ആരാണ്? എന്റെ ജീവിതത്തിൽ, എന്റെ മുഅദ്ദിൻ ജീവിതത്തിൽ, എന്റെ മുഖ്രി ജീവിതത്തിൽ, എന്റെ മുഖ്രി ജീവിതത്തിൽ, എന്റെ മുറക്കി ജീവിതത്തിൽ ഒരു തഹജ്ജുദും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പറയാൻ ഒരു മൊല്ലാക്കയല്ലാതെ ആരാണ്? ദുഹ നഷ്ടപ്പെടാത്ത, വിത്ർ നഷ്ടപ്പെടാത്ത, തഹജ്ജുദ് നഷ്ടപ്പെടാത്ത, ഇഅ്തികാഫ് നഷ്ടപ്പെടാത്ത, ഖുർആൻ പാരായണം നഷ്ടപ്പെടാത്ത, 5 വഖ്ത് നിസ്കാരം ജമാഅത്ത് നഷ്ടപ്പെടാത്ത, ഇമാമിന്റെ കൂടെ ഇസ്തിസ്ഹാബ് തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെടാത്ത, ശേഷമുള്ള ദിക്ർ നഷ്ടപ്പെടാത്ത, ശേഷമുള്ള ദുആ നഷ്ടപ്പെടാത്ത, ദുആ ചെയ്യാൻ കൂടുതൽ തൗഫീഖ് കിട്ടിയ, ഇത്രയും സമാധരണീയനായ, ഇത്രയും മുവഫ്ഫഖായ ഒരു മനുഷ്യൻ, ഇബാദത്തിന് തൗഫീഖ് കിട്ടിയ ഒരു മനുഷ്യൻ മൊല്ലാക്കയല്ലാതെ ആരാണ്? മുദരിസിന് കിട്ടിയോ? വെകിനീച്ചില്ലേ? പെട്ടെന്ന് പോകേണ്ടി വന്നില്ലേ? അവിടെ വയല്, ഇവിടെ വയല്, അവിടെ പരിപാടി, ഇവിടെ പരിപാടി, ശേഷമുള്ള സുന്നത്ത് നിസ്കാരം കിട്ടിയില്ലല്ലോ. മുമ്പള്ളിന് ചാടിക്കതച്ചല്ലേ എത്തിയത്? മൊല്ലാക്കാക്ക് പറ്റൂലല്ലോ, ബാങ്ക് കൊടുക്കാൻ എത്തണ്ടേ? നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ പോരാൻ പറ്റുള്ളൂ. പിന്നെയും വാതില് പൂട്ടിയിട്ടല്ലേ പോരാൻ പറ്റുള്ളൂ. ഈ പൂട്ടാൻ നിൽക്കണ നേരം വെറുതെ നിൽക്കണോ? നിസ്കാരം നടക്കൂലേ? നിർബന്ധിതനായി നിസ്കരിക്കേണ്ടി. ഞാൻ എന്റെ രജനിയോട് ചോദിച്ചു, എന്താണ് എന്റെ വാപ്പാക്ക് പണി? കുട്ടശ്ശേരി പള്ളിയിലെ മുഅദ്ദിനാണ്. എത്ര കൊല്ലായി? അന്ന് പറഞ്ഞു 48 കൊല്ലായി. ഇപ്പൊ 7 കൊല്ലായി. അത് കഴിഞ്ഞിട്ട് 7 കൊല്ലായി, 6 കൊല്ലായി, 7 കൊല്ലായി, ഇപ്പത്തായി 55 കൊല്ലം. 55 കൊല്ലം തഹജ്ജുദ് മുടങ്ങാത്തൊരു മനുഷ്യൻ കേരളത്തിൽ നിങ്ങൾ മഷിട്ട് തരി, ലോകത്ത് നിങ്ങൾ മഷിട്ട് തരി. കുട്ടശ്ശേരി പള്ളിയിലെ ആ മുഅദ്ദിനായ ആ മനുഷ്യനല്ലാതെ വേറെ ആളുകൾ കാണിച്ചെന്നാൽ പറഞ്ഞത് തഹജ്ജുദ് മുടങ്ങാത്തത് എന്തുകൊണ്ട് പറയുന്നു? സുബൈക്കുമ്പുകാരന്റെ പാഞ്ഞു വരാൻ പറ്റുമോ? കതച്ചാൽ ബാങ്ക് കൊടുക്കാൻ കിട്ടുമോ? എന്തായാലും 2 മിനിറ്റ് മുമ്പ് കതപ്പ് മാറാൻ 2 റക്അത്ത് നിസ്കാരം.
നിയ്യത്ത് വെച്ചാലും വെച്ചില്ലെങ്കിലും തഹജ്ജുദ് ഉറങ്ങിച്ചല്ലേ വരുന്നത്. ഈ രംഗത്ത് മക്കളെ നമുക്ക് കിട്ടാനുള്ള ഏറ്റവും ചെറിയ പണിയപ്പ പറഞ്ഞത്. ആ പണിന്റെ പവറാപ്പി പറഞ്ഞു. വെറുതെ പോലെ പിന്നെ അവർക്കുള്ള അഴനാക്കുകൾ ഇങ്ങനെ ഊലായി കാണും. അതിന് മാത്രം ഉണ്ടോലേ. അള്ളാഹുവിന്റെ പേര് ഉയർത്തിപ്പൊക്കി എന്നതുകൊണ്ട് അവര് പൊങ്ങി നിൽക്കും എന്നത് ശരിയാണ്. അത് മാത്രല്ല, അതിന്റെ വള്ളവും അവര് ചേർത്തിട്ടുണ്ട്. ഇതാണ് മക്കളെ, ഒന്നും ആയില്ലെങ്കിൽ നമ്മളാകെ ഒരു മല്ലാക്കിയ അതിന്റെ പവറാപ്പി ഇനി എവിടുക്കാൻ പോകണം. നഞ്ഞു കേൾക്കണം. ഏതെങ്കിലും ഒരു മൊല്ലാക്കാന്റെ 10 പെൺകുട്ടികളുണ്ടായിട്ട് ഒറ്റ പെൺകുട്ടിയാളെയും കെട്ടിച്ചിട്ടില്ല, അല്ലെങ്കിൽ സാമ്പത്തിക പരാധീനത കൊണ്ട് ഒരു മകളെ കെട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു മൊല്ലാക്കാനെ നിങ്ങൾ പറഞ്ഞു തരാണെങ്കിൽ ഞാൻ ഏറ്റെടുത്തുകൊണ്ടമല്ല. അങ്ങനെ സംഭവം. ഏതെങ്കിലും ഒരു മൊല്ലാക്ക കോട്ടേഴ്സ് താമസിക്കുന്നത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരാണെങ്കിൽ ഇപ്പൊ പരിഹാരം കാണും. അപ്പൊ നിങ്ങൾ ചോദിച്ചു, അതൊക്കെ മറ്റൊരാളുടെ സിമ്പതിയല്ലേ, അല്ലെങ്കിൽ മറ്റൊരാള് സഹകരിച്ചിട്ടല്ലേ, കിമ്പളല്ലേ? ആരാണ് ഇവിടെ ആകാശം കെട്ടി തൂക്കിയിട്ട് നൂൽമ കെട്ടിയാക്കിയിട്ട് ഒന്നണോലെ? എല്ലാവരും മറ്റൊരുത്തനെ ഡിപ്പെൻഡ് ചെയ്യാം. ഏറ്റവും വലിയൊരു കച്ചവടക്കാരനടക്കി. ആ കച്ചവടക്കാരെങ്ങനെയാ ജീവിക്കുന്നത്? ഒലത്തി എന്ന കസ്റ്റമർ ഈ കച്ചവടക്കാരെ അടിമകളാണ്. ആ സാധനം കയ്യിലെത്തി പൈസ വലിപ്പിലെത്തുന്നത് വരെ അതെടുത്തോളി ഇതെടുത്തോളി, അത് നീളം ചുരുങ്ങും. ഞാനൊരു പനിയെടുക്കാൻ വേണ്ടി പനങ്ങാടി ടെക്സ്റ്റൈൽസ് കയറി. അപ്പൊ ഞാനപ്പോൾ ഞാൻ എടുക്കുക. അപ്പൊ അത് വലിപ്പം ഉണ്ടാവില്ല നിങ്ങൾ ആശങ്കപ്പെട്ടുകൊണ്ട്. അപ്പൊ കല്ലക്കെന്ന് മൂപ്പര് എനിക്ക് വലിപ്പം കൂടാൻ വേണ്ടി ചുരുങ്ങാൻ വേണ്ടി എന്നറിയില്ല മൂപ്പര്. അപ്പൊ മൂപ്പര് എന്ത് ചെയ്തു? അത് വലിപ്പം കൂടും ചുരുങ്ങുന്ന. ഇതാണ് കച്ചവടത്തിന്റെ കഥ. കാരണം ഞാൻ സംവദിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് എന്ന് ഇയാൾക്കറിയില്ലല്ലോ. അത് നിങ്ങൾക്ക് തേൻ കുടിച്ചാൽ മതി. തടിയുള്ളോല് കുടിച്ചാൽ തടി ചുരുങ്ങും, തടിയില്ലാത്തോല് കുടിച്ചാൽ തടി കൂടും. ഉദ്ദേശം എങ്ങനെ? അതേമാതിരി ബനിയനും അതേമാതിരി കൂടും ചുരുങ്ങും. നിങ്ങൾക്ക് കൂടാൻ വേണ്ടി ചുരുങ്ങാൻ വേണ്ടി. ഇത്രയും അടിമകളായിട്ടാണ് കച്ചവടക്കാര് സാധനം ചെലവാക്കുന്നത്. ഓലല്ലേ പോലത്തെ വലിയ ആൾക്കാർ, ഓലത്ത് തന്നെ കസ്റ്റമേഴ്സിൽ ഓലത്ത് തന്നെ കച്ചവടക്കാര്, അവരെ അടിമകളല്ലേ. ഇതെടുത്തോളി, അത് നല്ല സാധനമാണ്. ആർക്കും നൂൽമ കെട്ടിയിറക്കണില്ല. സംതൃപ്തമായ ഒരു മുതല് ലോകത്ത് കിട്ടുന്നുണ്ടെങ്കിൽ ഞമ്മക്ക ചുറ്റിമടക്കിയ ഒരാൾ 500 റുപ്യ 200 റുപ്യ 100 റുപ്യ തന്നാൽ അതുപോലെ മനസ്സ് തണുത്തു തരികയാണ്. ഞമ്മക്ക് ഉറപ്പല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളെ വീട്ടില് നമ്മൾ ഈ ജിൻസ് ഉണ്ടല്ലോ, നമ്മൾ ഈ മൂല്യന്മാരായ ജിൻസ്, നമ്മളെ വീട്ടില് മൂല്യന്മാർ ചെലവിന് തരിക. നമ്മളെ വീട്ടിൽ നിന്ന് മൂല്യന്മാർക്ക് ചെലവ് കൊണ്ടുപോവുക. അന്നത്തെ ദിവസം നമ്മൾക്കുള്ള സംതൃപ്തി എത്രയാണ്? ജിൻസ് പെട്ട ഞമ്മക്ക് തന്നെ ഇതാണെങ്കിൽ ജിൻസ് പെടാത്തോലെ മനസ്സിന്റെ വികാസം എത്രയായിരിക്കും? ഈ ലോകത്ത് നമ്മളെപ്പോലെ മനസ്സ് തീപായ ഒരു ഭക്ഷണം കഴിക്കുന്നവര് ലോകത്തില്ല. 10 രൂപ കൈ കിട്ടണോലും ലോകത്തില്ല. മസ്റ്റ് വെറുതെ പറയരുത്. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഈ ഫീൽഡ് നിങ്ങൾ വിടരുത്. എന്തൊക്കെ കുലുങ്ങിയാലും, എന്തൊക്കെ ആടി ഉലഞ്ഞാലും, കാറ്റും കോളിലും നിങ്ങളകപ്പെട്ടാലും മക്കളെ ഈ ഫീൽഡ് വിടരുത്. ഇത് വിട്ടോ ഒന്നട്ടം തിരി. എൻ്റെ അടുത്തൊരു കുട്ടി ഓതിനു 15 ദിവസം ഓതിയത്. ആകെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നു ഒരു കോടൂര് റിസൾട്ട്. അപ്പോൾ അവൻ പറഞ്ഞു വല്ലിപ്പാൻ്റെ ആണ്ടുണ്ട്. അപ്പം എൻ്റെ മൂക്കുമൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിക്കൊണ്ട് പൊള്ളാണ്. വല്ലിപ്പാന്റെ ആണ്ട് എന്നും പറയാനോ? അതിനെ തൊട്ടിത്ര എല്ലാ ദിവസവും വല്ലിപ്പാര് മരിച്ചൂലെ? പറയാൻ പറ്റിയ പൊള്ള വല്ലിപ്പാന്റെ ആണ്ടാണ്, വല്ലിമാന്റെ ആണ്ടാണ്.
അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു, അവന് വിട്ടില്ലെങ്കിൽ അവൻ ചാടി. വിട്ടാല് വരികയാണെങ്കിൽ വരട്ടെ വിചാരിച്ചിട്ടാ വന്നില്ല. പിന്നെ 15 കൊല്ലം കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വന്നു. 15 കൊല്ലം കഴിഞ്ഞിട്ട് വന്നിട്ട് അവൻ പറഞ്ഞു, സത് അന്നറിയില്ലല്ലോ. എങ്ങനെ അറിയാനാ? 15 കൊല്ലത്തിന് ശേഷം മനുഷ്യനെ കാണുന്നത്. ആകെ വാഞ്ചീസല്ലേ കണ്ടിട്ടുള്ളൂ. അതിലും അങ്ങനെ ഞാൻ അന്ന് ഈ വല്ലിപ്പാന്റെ ആണ്ടിന് പോയ 15 കൊല്ലത്തിന് ശേഷം അന്ന് വല്ലിപ്പാന്റെ ആണ്ടിന് പോയ. അപ്പൊ പറഞ്ഞു, തിരിച്ചിലട്ടി ഒരു വട്ടം കറങ്ങി എവിടെ പോയിട്ട് ഒരു കോണം പൊടിച്ചണം. അതെ, എവിടെ പോയാലും ഒരു കോണം പൊടിച്ചില്ല. എന്താ കാര്യം? ഒരാളെയും കുരുത്തക്കടല്ല. അല്ല ഒരു പോസ്റ്റിൽ നിർത്തിയിട്ട് നമ്മള് ഇട്ടെറിഞ്ഞ് പോയ നിങ്ങൾ ആ കുരുത്തക്കട ആരും തലയ്ക്ക് വെക്കണ്ട. അള്ളാഹു നമ്മളെ ഒരു പോസ്റ്റിൽ നിർത്തിക്കുക, എന്നിട്ട് നമ്മൾ ഇട്ടെറിഞ്ഞ് പോവാ. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി പറഞ്ഞു, പിന്നെ നല്ല പോവും. അതന്നെ, പിന്നെ നല്ല പോവും. അള്ളാന്റെ സഹായം പിന്നിന്ന് പോയാൽ പിന്നെ എന്ത് കിട്ടിയിട്ടെന്താ? എന്ത് കിട്ടിയാലും തിരിച്ചറിയുക. ഓതുണ കാലത്ത് ഓത്ത് നിർത്തി പോയിട്ട് ജയിച്ചോലെ പറ്റി നമ്മളെന്ന് പറഞ്ഞാൽ പലരും വന്ന് കെട്ടിപ്പിടിച്ച് കരി. ഒരു കരിയാണെങ്കിൽ വാതിലൊന്ന് അടച്ചു കൊടുക്കണം, അപ്പോഴേ ഒരു കരിയുള്ളൂ. അതേ പറ്റിപ്പോയി. അതുകൊണ്ട് ഈ സഭയിൽ അൽ-അൻസാർ എന്ന ഈ സ്ഥാപനത്തിന്റെ ഈ മുതഅല്ലിം മുൽതഖത്ത് ത്വലബ എന്ന ഈ സെഷനിൽ ഇന്ന് നമ്മൾ കിട്ടേണ്ടത്, ഇവിടെ എത്തിയ നിങ്ങൾ എത്ര കഴിവില്ലാത്തവരാണെങ്കിലും, എത്ര കിതാബ് തിരിയാത്തവരാണെങ്കിലും, പ്രസംഗിക്കാൻ കഴിയാത്തവരാണെങ്കിലും, നിങ്ങൾ ഈ രംഗത്ത് ആലിമീങ്ങളായിട്ട് മരിക്കണം. തലീകെട്ട് കെട്ടിയിട്ട് മരിക്കണം. നമ്മളിങ്ങനെ മയ്യത്തായി കിടക്കുന്ന അവസ്ഥയിൽ തലപ്പാവണിഞ്ഞിട്ട് കിടക്കണം. അതെല്ലാവർക്കും കെട്ടി തരൂല. തലികെട്ട് കെട്ടാൻ പറ്റൂല എന്നുള്ള ചർച്ചയിൽ അവസാനം ചെന്നെത്തിയത് കൊടുക്കാം. തഅ്ളീമിന് വേണ്ടി കെട്ടാം. ആർക്കാ തഅ്ളീം? ആലിമീങ്ങൾക്ക്. ഒറ്റ കാര്യം. ഇനി നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, ഞാനിപ്പോ ഇങ്ങനെ ഓതിയിട്ടെത്താവുക, എന്താ ഉണ്ടാവുക, എവിടെ എത്തുക എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. എവിടെ എത്താല്ല. നമ്മൾ ഈ രംഗത്ത് പിടിച്ചു നിന്നാൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ ഖേമന്മാരായിരിക്കും. നിങ്ങളെ ജ്യേഷ്ഠന്മാർ ഒരുപക്ഷെ നല്ല കച്ചവടക്കാരേക്കാണ്. ഒരുപക്ഷെ നിങ്ങൾ അനുജന്മാരിപ്പോ ഗൾഫിലേക്കാണ്. നിങ്ങളെ പെങ്ങന്മാരൊക്കെ നല്ല പ്രതാപമുള്ള കുടുംബത്തിൽ കെട്ടിച്ചിട്ടുണ്ടാവും. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വാക്ക് തരുന്നു, പടച്ചവൻ പറയാൻ അനുമതി തന്നതനുസരിച്ച് പറയുന്നു, നിങ്ങൾ മോലേരിയത്ത് എന്ന ഈ ഒരു സംസ്കാരത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും നിങ്ങളുടെ കുടുംബത്തിലെ രാജാവ്. നിങ്ങളെ ജ്യേഷ്ഠൻ ഗസറ്റഡ് ഓഫീസറായിട്ടും IAS ആയിട്ടും നിങ്ങളായിരിക്കും കുടുംബത്തിലെ രാജാവ്. സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റും ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങളായിരിക്കും നിങ്ങളെ കുടുംബത്തിലെ പ്രതാപി. നിങ്ങളെ എഴുതി വെച്ചു. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു കൈതുണ്ട്, ഒരു ഉപാധി. നിങ്ങൾ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വിശ്വസിച്ചിരിക്കണം, എനിക്ക് എന്റെ ഈ ഫീൽഡ് കൊണ്ട് വിജയിക്കാനാവും, മൂല്യരായി എനിക്ക് ജീവിക്കാൻ പറ്റും എന്ന് നിങ്ങൾ വിശ്വസിക്കണം. എവിടെ തെളിവ്? ഞാനാ തെളിവ്. എന്നെയല്ലേ എനിക്ക് പറയാൻ പറ്റുക. എന്റെ കുടുംബത്തിൽ ഏറ്റവും പ്രതാപത്തിൽ ജീവിക്കുന്നത് ഞാനാണ്. എന്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ വീട് എന്റേതാണ്.
എന്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ ചുറ്റുമതിൽ എന്റേതാണ്. എന്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ അന്തസ്സും അഭിമാനവും എനിക്കാണ്. കുടുംബപരമായി, സാമ്പത്തികമായി, ജാഹ് നിലക്ക്, എല്ലാ അർത്ഥത്തിലും മക്കളെ കൊണ്ടൊക്കെ. ഇനി ഓരോരുത്തരെ പറ്റി പഠിക്കും. ഈ ഇരിക്കുന്ന ഉസ്താമാരെ പറ്റിയൊക്കെ പഠിക്കും. നിങ്ങളെ ഉസ്താദുമാരെ പറ്റി പഠിക്കും. ഈ രംഗത്തിൽ നമ്മളെ വിടാൻ ശൈത്താൻ കളിക്കുന്ന കളിയിൽ പ്രധാനമായി ഉള്ളത് നിനക്കിതുകൊണ്ട് തികയില്ല എന്നതാണ്. പരിശുദ്ധ ഖുർആൻ അശ്ശൈത്വാനു ഇന്ന് പോയിട്ട് നിങ്ങള് ഈ ആയത്ത് പഠിച്ചു വെക്കണം. അൽ-ബഖറ സൂറത്തിൽ അശ്ശൈത്വാനു യഈദുകുമുൽ ഫഖർ. നിങ്ങൾ തഫ്സീർ ജലാലയിൽ ഓതിപ്പോയിട്ടുണ്ടാവും, നസഫി ഓതിപ്പോയിട്ടുണ്ടാവും. പക്ഷെ ഓതിപ്പോയിട്ടുള്ളൂ, അയിമക്ക് ചിന്തിച്ചിട്ടില്ല. ഇനി ചിന്തിച്ചോളി. അശ്ശൈത്വാനു യഈദുകുമുൽ ഫഖർ. ശൈത്താൻ നിങ്ങളോട് ദാരിദ്ര്യത്തെ പേടിപ്പിക്കും. ആരാ? നിങ്ങൾ ഇൽമ രംഗത്ത് കൈകാര്യം ചെയ്യുന്നവർ. അവരാണിതുകൊണ്ട് ലക്ഷ്യമെന്ന് അടുത്ത ആയത്തിൽ നിങ്ങൾക്ക് തിരിയും. ശൈത്താൻ നിങ്ങളോട് ദാരിദ്ര്യത്തെ നെട്ടിപ്പിക്കും, പേടിപ്പിക്കും, ഭീഷണിപ്പെടുത്തും. അനക്കിതുകൊണ്ട് തികയിലടാ, അനക്ക് മഹർ വാങ്ങാൻ ഇതുകൊണ്ട് തികയ, അനക്ക് എന്നാണ് ബൈക്ക് വാങ്ങാൻ പറ്റുക, ഇതെങ്ങനെ ഒരു 4 സെന്റ് ഭൂമി വാങ്ങിയാൽ തന്നെ എങ്ങനെ വീട് വെക്കുക, ഇതെങ്ങനെ 2 കുട്ടികളുണ്ടായ അവരെ കെട്ടിച്ച തുടങ്ങിയിട്ട് അന്നെ വരിഞ്ഞു മുറുക്കാൻ അവന്റെ തുരുപ്പു ചീട്ട് ഫക്കാണ്. ദാരിദ്ര്യത്തെ നെട്ടി തികയിലനക്ക്, ഈ രംഗത്ത് നിന്ന് തികയിലനക്ക്, ഈ രംഗത്ത് നിന്ന് നമ്മളെ വഴിതിരിച്ചു വിടാൻ അവൻ ഉപയോഗിക്കുന്ന ഒറ്റമൂലി അത് മാത്രമാണ്. എന്താ സംഭവിക്കുക? വയഉമുറുക്കും ബിൽ ഫഹ്ശായി. പിന്നെ എത്തണ്ടോടത്തെത്തി. പിന്നെ അശ്ലീലതയുടെ ഉപാസകനായി ശൈത്താന് പിന്നെ പിടികിട്ടിയല്ലോ, രംഗം വിട്ടല്ലോ. പിന്നെ കിട്ടി. പിന്നെ അങ്ങനെ പോയി അശ്ലീലതയുടെ കാഴ്ചക്കാരനായി, അതിന്റെ സാർത്ഥവാഹകനായി, അതിന്റെ ഉൽപ്പന്നമായി, അതിന്റെ കയറ്റുമതിക്കാരനായി അങ്ങനെ പോയി. വല്ലാഹു യഈദുക്കും. അല്ലാഹു നിങ്ങൾക്ക് വാക്ക് തരുന്നു. മക്കളെ, യഈദു ആദ്യത്തെ യഈദു വഈദെന്ന് പോന്നാട്ട, രണ്ടാമത്തെ യഈദു ഇദത്തെന്ന് പോന്നാട്ട. അതുകൊണ്ടാണ് ആദ്യത്തിന് ശൈത്താൻ നിങ്ങളെ പേടിപ്പിക്കും എന്നർത്ഥം വെച്ചത്. ഇപ്പത്തത് വഅദ യഈദു ഇദത്ത്, വാക്ക് തരുന്നു, കരാറ് ചെയ്യുന്നു. അല്ലാഹു നിങ്ങൾക്ക് വാക്ക് തരുന്നു. മഗ്ഫിറത്തം മിൻഹു. അപാകതകളൊക്കെ സംഭവിച്ചാൽ മാപ്പ് തരങ്ങൾക്ക്. വല്ലാത്തൊരു സംഭവമല്ലേ അത്? നിങ്ങൾക്ക് അബദ്ധം പറ്റിയ മാപ്പ് തരാ, അല്ലാന്റെ ഓഫറാണത്. അവിടെ നമ്മൾ നിങ്ങളെ ഉത്കൃഷ്ടരും ഉന്നതരും ആഢ്യത്വമുള്ളവരും ജേതാക്കളും നേതാക്കളുമാക്കണം. ഇന്ന് മഗ്രിബ് വരെ വെച്ച തീരുമാനം ഫളിന്റെ വേന. ആ ഫളിൽ ഒക്കെ അതിന്റെ തെൻവീനിന്റെ കട്ടി ശക്തമാണ്. വല്ലാഹു വാസിഉൻ. അള്ളാന്റെ അടുത്ത് ഇത് കൊടുക്കാൻ എമ്പാടുണ്ടേ. അള്ളാന്റെ ഖജനാവ് വളരെ വലുതാണ്. അലീമുൻ. എവിടെ കൊടുക്കണം എന്നുള്ളവർക്ക് നല്ല ബോധ്യമാണ്. കേൾക്കണോ നിങ്ങൾക്ക്? യുഅ്തിൽ ഹിക്മത. ഈ ഇൽമെന്ന ഈ സ്വത്ത് അല്ലാഹ് നൽകുക. മയ്യശാഉ, അല്ലാഹ് പൊരുത്തപ്പെട്ടവർക്ക്. മയ്യശാഉവിന് എങ്ങനെ പൊരുത്തപ്പെട്ടോലെന്ന് അർത്ഥം വെക്കുക? അത് മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ.
ആർക്കെങ്കിലും ഈ മുതൽ കിട്ടിയാൽ ക്വാണ്ടിറ്റിയുള്ള ഒട്ടുവളരെ മഹത്തായ ഗുണങ്ങൾ അവനിക്ക് കിട്ടിപ്പോയി. കഴിച്ചിലായടാ. ഇത്രയൊക്കെ വലിയൊരു സ്വത്തായിട്ട് എന്താണ് പിന്നീട് ഓത്ത് നിർത്തുന്നത്? ബാംഗ്ലൂരും മൈസൂരും ഛത്തീസ്ഗഡും ഗൾഫും അങ്ങനെയാണ് കയറണത്. എങ്ങനെയാണ്? അതിനൊരു കാര്യമുണ്ട്. ഇത് ഈ മോൾ പറഞ്ഞ കാര്യം ഉപദേശം സിദ്ധിച്ച് ഊതി സിദ്ധിച്ച് ഇത് ഫലപ്പെടണമെങ്കിൽ അകക്കാമ്പുള്ള നല്ല ബുദ്ധി വേണം. അതിന് ചെറിയ ചിന്തയൊന്നും പോരാ മക്കളെ. ഇത് ഖുർആനാണ്. എന്തേ പായത് ഉല്ലാസിലറിയെങ്കിൽ ഈ രംഗം ദാരിദ്ര്യം വരും, എനിക്ക് തികയില്ല എന്ന് പേടിച്ച് ഈ രംഗം വിട്ടോൽ അന്തല്ലാത്തോലാണ്. ആയത്തിൽ ഒരു പാഠം. 2, അവൻ ശൈത്താന്റെ പിടിയിൽ അമർന്നു. പാഠം 3, അവൻ അശ്ലീലതയുടെ ഉപാസകനായിരിക്കും. 4, അവന് ഫദ്ലോ ഔന്നിത്യമോ പിന്നീട് കിട്ടില്ല. എണ്ണി പോന്നാൽ 100-ൽ ചെല്ലാനും സംഗതി പ്രാഥമിക നോട്ടത്തിൽ നമുക്ക് കിട്ടും. അവനിലും വലിയ ഹതഭാഗ്യനാണ്. ഇനി നിങ്ങളെ വേദനിപ്പിക്കുന്ന, വീണ്ടും നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ദാരിദ്ര്യം തന്നെയാണ്. ഈ രംഗത്ത് നിന്നാ തികയില്ല എന്നുള്ള തോന്നലാണ്. ഈ വാക്ക് എന്റെ ഉസ്താദ് കമാലുദ്ദീൻ ഹസ്രത്ത് വെല്ലൂര് ബാക്കിയാത്തിൽ നിന്ന് ബുഖാരി ഓതിത്തന്നപ്പോൾ ഒരു ദിവസം പറഞ്ഞു, ഞാന് അപ്പോൾ ചിന്തിച്ചത്, എന്റെ കൂടെ ഉണ്ടായിരുന്നു വലിയ ഒരു ലക്ഷപ്രഭുവിന്റെ മകൻ. ഞാനിങ്ങനെ ചിന്തിച്ചു, ഇയാളിപ്പോ മൂല്യരായി അയാൾ ആ കുടുംബത്തിൽ എങ്ങനെ പ്രതാപിയാകാം? ഈ ഉസ്താദ് കമാലുദ്ദീൻ ഹസ്രത്ത് പറഞ്ഞ ഇതാണ്, നിങ്ങൾ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ ഓതാൻ ഇറങ്ങിയാൽ അയാൾ ആ കുടുംബത്തിലെ കേമനായിരിക്കും എന്ന് അയാൾ പറഞ്ഞത്. അല്പം തമിഴ് ചോദിപ്പിച്ചിട്ടാ പറഞ്ഞു, ഞാൻ മലയാളി. ഇത് കേട്ടപ്പോ ഞാന് ഇങ്ങനെ ചിന്തിച്ചു, ഇയാള് മലപ്പുറം ജില്ലക്കാരനാണ്, പേരും നാടും പറഞ്ഞാൽ അയാൾക്ക് അതിനായി കുടുംബത്തിന് പറയാൻ പോണത് അയാൾക്കൊരായി ഭാഗം വിചാരിച്ചിട്ട് പറയാന്നാണ്. അയാളെ ജ്യേഷ്ഠന്മാർ അയാളെങ്ങനെ ഏമാത്തു എത്താണ് ഇതുണ്ടാകും. ഇപ്പൊ ജ്യേഷ്ഠന്മാരൊക്കെ നല്ല കോണ്ടന്മാരാണ്. എത്താൻ വാപ്പിയും കൂട്ടത്തിൽ കുത്തുന്ന കണ്ട് വാപ്പാന്റെ വകയിട്ട് കുറച്ചു വാപ്പിയും എല്ലാരും നല്ല സമ്പന്നരാണ്, കോണ്ടന്മാരല്ല. ഞാനിങ്ങനെ ഈ കമാലുദ്ദീൻ ഹസ്രത്തിന്റെ വാക്കും ഇയാളെ ജീവിതവും തമ്മിലൊന്നിങ്ങനെ തുലനം ചെയ്യാൻ തീരുമാനിച്ചു. അയാൾക്ക് വെല്ലൂരിൽ നിന്ന് വന്ന ഉടനെ, ബാക്കിയാത്തിൽ നിന്ന് ബാക്കി പട്ടം വാങ്ങി വന്ന ഉടനെ അയാൾക്കൊരു ജോലി കിട്ടി തെക്കൻ ജില്ലയിലെ ഒരു കോളേജിൽ. അല്ല, കിതാബിണ്ണാളു. ശേഷം പിന്നീട് കേൾക്കുന്നത് അയാൾ കോടീശ്വരനായി എന്നാണ്. അപ്പൊ ഞാനിങ്ങനെ അതിനെപ്പറ്റി പഠിച്ചു. അപ്പൊ ഈ ജ്യേഷ്ഠന്മാർക്കും ബാപ്പാക്കടക്കം ഇയാള് ലക്ഷങ്ങൾ കടം കൊടുത്തിട്ടുണ്ട്. ഞാൻ അറിഞ്ഞപ്പോ ഇത്ര വലിയ ലക്ഷപ്രഭുക്കളെ അതിജയിച്ച് കോടീശ്വരനാകാൻ ഈ മൂലേർക്ക് എങ്ങനെ സാധിച്ചു? അയാളെ കുടുംബത്തിൽ അയാൾക്ക് പിടിച്ചിക്കണമെങ്കിൽ അയാളെടുത്ത് 3/4 വേണം, പണം വേണം, എല്ലാം പിടിച്ചിക്കാൻ കഴിയൂലല്ലോ. അപ്പൊ നോക്കുമ്പോ അയാൾക്ക് ഈ തെദ്രീസിന്റെ കൂടെ ദർസിന്റെ കൂടെ ഒരു ബിസിനസ് കിട്ടി. കൈ നനയാത്ത ബിസിനസ്, സമയം ചെലവഴിക്കാത്ത ബിസിനസ്. എന്താ? ചെമ്മീൻ ബിസിനസ്.
ചെമ്മീൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, അതിന്റെ പണം ബാങ്കിലൂടെ വരുന്നു, വീണ്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നു വിവിധ രാജ്യങ്ങളിലേക്ക്. നല്ല ചെമ്മീൻ തിന്നാനുള്ള വിധിയൊന്നും നമുക്കില്ലല്ലോ. അതൊക്കെ വലിയോടുത്തോണ്ടേ തിന്നോലോ. അതൊക്കെ ഇങ്ങനെ കയറ്റി അയക്കണം. ഇനി എല്ലാവരും കൂടി ചെമ്മീൻ വിൽക്കാൻ പോണ്ട, അതോടുകൂടി കഴിഞ്ഞു പോണത്. അയാളെ അല്ലാഹു പ്രതാപിയാക്കാൻ തീരുമാനിച്ചത് ഇങ്ങനെയാണ്. അയാൾക്ക് പൈസ ഇല്ലാതെ കുടിച്ചിക്കാൻ കഴിയൂല. അയാളെ ജ്യേഷ്ഠന്മാരും ബാപ്പിയും ലക്ഷപ്രഭുക്കളാണെങ്കിൽ ഇയാളെ കോടീശ്വരനാക്കി പിടിച്ചു നിന്നു. അയാൾ തദ്രീസ് ചെമ്മീൻ കച്ചവടം അടിച്ചു പൊളിച്ചു. ദർസെടുത്തലൊന്നും കായുണ്ടാക്കുന്നതിനോട് എതിരൊന്നുമല്ല. ദർസെടുത്താണ്, അതുകൊണ്ട് കായുണ്ടാക്കാൻ പാടില്ല. കായുണ്ടാക്കൽ മെയിനാകെ തദ്രീസ് നിലനിൽക്കാനായിരിക്കണം കായുണ്ടാക്കൽ. കായുണ്ടാക്കാനുള്ള സൈഡ് തദ്രീസായി പോകരുത്. എന്താണ്ടാല് ദർസുണ്ടാവും, നല്ല ദർസുണ്ടാവും. ആ തദ്രീസിന്റെ അടിയിൽ കൂടെ കായുണ്ടാക്കലുണ്ടാവും. ആദ്യമൊക്കെ ഇങ്ങനത്തെ അല്ല മനസ്സിലാക്കാൻ. പിന്നെ കായുണ്ടാക്കണീന് നേരം തയ്യില്ല. അപ്പൊ ആ നേരം പിന്നെ ഇതിനടുക്ക തദ്രീസ് എടുക്കും. ആദ്യമൊക്കെ കുറച്ചിച്ചെടുത്തു. പിന്നെ ദർസ് എടുത്താൽ ഒരാളെ സെപ്പിനി അയച്ചു വെച്ചു. പിന്നെ തീരെ വരാതായി. പിന്നെ ദർസ് തന്നെ പോയി ആടുക്കും. ഇങ്ങനത്തെ കായുണ്ടാക്കലാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എഴുതി വെച്ചോളൂ, നിങ്ങളായിരിക്കും നിങ്ങളെ കുടുംബത്തിലെ പ്രതാപികൾ. ഒന്നുകൂടി ഞാൻ പറയട്ടെ, നിങ്ങളെ അമ്മാനും ബാപ്പാനും നോക്കാൻ നിങ്ങൾക്ക് തൗഫീഖ്. നിങ്ങളമ്മ നിങ്ങളുടെ കാഷ്ടവും മൂത്തവും 7280 വട്ടം കയ്യിലെടുത്തിട്ട് ശരിക്കും ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ കണക്കൂട്ടി നോക്കും. 7280 വട്ടം ഒരു കുട്ടിയുടെ കാഷ്ടവും മൂത്തവും ഉമ്മ കയ്യിലെടുത്ത് അമ്മാനമാടി. സപ്പോസ് ഒന്ന് തിരിച്ച് കോരേണ്ടി വന്നാൽ അതിന് ചാൻസ് കിട്ടൽ നിങ്ങൾക്കായിരിക്കും, നിങ്ങൾ വിവാഹം ചെയ്തു കൊണ്ടുവന്ന ഭാര്യമാർക്കായിരിക്കും. അഥവാ ഉമ്മാനി ഉപ്പാനിയും നിങ്ങളായിരിക്കും, നിങ്ങൾക്കായിരിക്കും പൊരുത്തും ലാസ്റ്റ് കുട്ടി ഒറ്റ വലിയ മതി, കഴിഞ്ഞു. നമ്മളെ സ്വർഗ്ഗം അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ആ വലിയന് കിട്ടിയാൽ മതി. ഞാനിത് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ട് ഇറങ്ങിയേക്കിനൊരു മൂലയിൽ പാഞ്ഞിട്ട് വന്നു. അതേ എന്റെ ജ്യേഷ്ഠന്മാരുണ്ട്, അഞ്ചന്മാരുണ്ട്, പെങ്ങന്മാരുണ്ട്. എനിക്ക് കോവിഡായിട്ട് അന്ന് ജോലി പോയതാ. എന്റെ അമ്മയും ബാപ്പിന്റെ അടുത്താണ്. രണ്ടാളും രോഗികളാണ്. ഞാനാ പോലെ നോക്കുന്നത്. ഒരു പ്രശ്നമില്ല, സ്ഥലമൊക്കെ കാത്തായിട്ട്. അത് ചെറിയ മകനാവൊന്നും വേണ്ട, നിങ്ങളെടുത്ത് കനികാരം പോയി. കാരണം ഇങ്ങക്കെ പോലെ നോക്കാൻ കഴിയുള്ളൂ. കാരണം നിങ്ങളെടുത്തേ പോലെ നോക്കാനുള്ള മരുന്നുള്ളൂ. നമ്മളെ വലാതഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹുൽ മിൻ റഹ്മത്തി ഒക്കെ നമ്മളെ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അതിന്റെ വലിപ്പം കട്ടിങ്ങനൊക്കെ നമുക്ക് അറിയണം. എന്താ വേണ്ടി? ഇനി നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കഴിവ് കുറഞ്ഞ ഒരാള്, അല്ലാഹു നെഗറ്റീവുകളെ പോസിറ്റീവാക്കാൻ കഴിവുള്ളവനാണ്. മുടിക്കോട് അബ്ദുൽ മജീദ് സഖാഫി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ മർക്കസിലെ ഖുത്ബാനിയിലുണ്ട്. സഖാഫിയായവർക്കൊക്കെ അവരും ഞാനും ഒന്നിച്ച് ബാക്കിയാത്തിലുണ്ടായി. മോനനിധി അവര് ഭയങ്കര ഇപ്പൊ കുറേ സുഖപ്പെട്ടു. അപ്പൊ അതിന്റെ 10% 10 100%. അയാള് വെല്ലൂര് വാക്കിയാത്തുനിന്ന് ഇറങ്ങിയിട്ട്
മർക്കസിക്ക് പോയോലോ എന്ന് കേട്ടപ്പോ വെല്ലൂരിങ്ങനെ കുലുങ്ങ. കാരണം അയാൾക്ക് ഒരു മൂലയ്ക്ക് അതിശക്തമായ വിക്കായൽ എന്ത് പണിയെടുക്കും? മദ്രസയിൽക്കാൻ പറ്റും, ബാങ്ക് കൊടുക്കാൻ പറ്റും, എന്തെങ്കിലും സംഗതിക്ക് പറ്റും, ഇമാമത്തിക്കാൻ പറ്റും. മജീദ് ഓലിയർ ഇനിയും പഠിച്ചാൻ പോയോലോ, മദ്രസക്ക് പോയോലോ. അങ്ങനെ ആ ചർച്ച കഴിഞ്ഞു. മർക്കസ് കഴിഞ്ഞു. ഉസ്താദല്ല ആള്, ഉസ്താദ് വാപ്പല്ലേ. ഉസ്താദ് പിടിച്ചിട്ട് കുത്തുബാനിയിലാക്കിയ എന്താണ് പരിപാടി? ഒന്നുമില്ല, ഒന്നും മൂപ്പര് മുണ്ടണ്ട. മൂപ്പരോട് മുണ്ട, മൂപ്പര പണി ചെയ്യും. അലനല്ലൂർ അബ്ദുൽ ഉസ്താദ്, നെല്ലിക്കുത്ത് ഉസ്താദ്, ചെറുസോൽ ഉസ്താദ്, ഒലക്കുള്ള പ്രൗഢമായ കാലഘട്ടല്ലേ. ഓരോ ഫിഖ്ഹി മസലമായി നമുക്ക് എങ്ങനെ കിതാബ് ഇങ്ങനെ മറിച്ചാൽ ഒരു മറി മറിച്ച് രണ്ടാമത്തെ മറിക്ക് മുമ്പ് ഉദ്ദേശ സംഗതി അത്രയും കിതാബിൽ മഹാത്മ തോനെങ്ങനെ തപ്പൊന്നും വേണ്ട. അതിന് ഡിജിറ്റൽ സംവിധാനം ഒന്നും വേണ്ട. അയാളെ മെമ്മറി ഇപ്പൊ വർക്കാണ്. നിങ്ങള് എത്ര ആളുകളും അയാളെ മെമ്മറിക്ക് കമ്പ്യൂട്ടറിനൊക്കെ കവച്ചു. നിങ്ങളോട് പോയി കണ്ട അവിടെ അങ്ങാടിയിൽ നിൽക്കണമെന്ന് പേര് എഴുതി കൊടുത്താണ് ചെയ്തില്ലേ? 1, 22, 132, 588, 748 അങ്ങനെയല്ലേ എഴുതി കൊടുക്കും. കൃത്യ ഒരു ദിവസം ഒരു പ്രധാന വാർത്ത ഉണ്ടായപ്പോൾ കുട്ടികളെ TV കണ്ടു കുന്നമംഗലം അങ്ങാടി. അപ്പൊ സീസ്ത പരിപാടി ഇതിലെ ഒന്നും പോയിക്കാണ്ട് പോലെ നമ്പൊന്ന് എഴുതി കൊടുത്താണ്. മൂപ്പരിക്കത്ത് അങ്ങനെയാണ് എഴുതി കൊടുക്കുന്നത്. എൻ്റെ നാട്ടുകാരൻ ഷിയാബുൽസാണ്, ഭയങ്കര രസികന അല്ലെ നമ്മളെ മഴദില്ല. മൂപ്പര് ഒരു ദിവസം ഇയാളോട് ചോദിച്ചു, ഞാൻ ഏത് വർഷത്തിലാണ് ഇവിടെ പഠിച്ചത്? നിങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആടും. നിങ്ങൾ ഏത് വർഷത്തിലെ പഠിച്ചാൽ തമാശക്ക് ചോദിച്ചാണ്. എന്നാൽ ഒന്നിങ്ങനെ ഒറ്റടിക്ക് നിങ്ങൾ അയച്ചു കാണി, നിങ്ങൾ ഏത് വർഷത്തിലാണ് ഇവിടെ പഠിച്ചത്? ഒന്ന് ആശങ്കപ്പെടും. അന്നാസിയാത്തിന് നഷ്ടന്നാണോ അതിൽ അയിമക്കാടുന്നല്ല പിന്നെ കാര്യം ഒക്കെന്നാണെന്ന് പറയാൻ നമുക്ക് കിട്ടൂലല്ലോ, നമുക്ക് പോലല്ലോ. അയിമ കടന്ന് കാക്കൂല. പ്രൗഢമാണ് എല്ലാം. ഇന്ന് മജീദ് ഓലിയറില്ലാത്തൊരു മർക്കസ് ചിന്തിക്കാൻ വയ്യ. മജീദ് ഓലിയറില്ലാത്തൊരു മർക്കസ് ചിന്തിക്കാൻ വയ്യ. മജീദ് ഓലിയർ സനതെടുത്തോടത്തിന് കാലത്ത് ഒന്നുപോലും വെച്ചിട്ടില്ല. പിന്നെ ഡിജിറ്റലായപ്പോഴാണ് കൂട്ടിക്കൊഞ്ഞത്. അത് മറ്റോന്റെ കയ്യിലും എൻ്റെ കയ്യിലൊക്കെ. കാരണം മജീദ് ഓലിയർക്ക് അറിയാം, ഇത് മുഹമ്മദ് മിഥിലാജാണ്, ഇത് സിനാനാണ്, ഇത് സക്കരിയാണ്, ഇത് യഹിയാണ്. ഇവർക്ക് അറിയാം. അത്രയും മെമ്മറി നോക്കാ നിങ്ങള്. മജീദ് ഓലിയർക്ക് വിക്ക് അല്ല കൊടുത്തില്ല നിൽക്കുക. അപ്പൊ എവിടെയെങ്കിലും പള്ളി മൂലയിൽ ചെറിയൊരു പരിപാടി ആയിട്ടുണ്ടാവും. ഇന്ന് 10,000-കണക്കായ ആലിമീങ്ങൾക്ക് ഹിദ്മ ചെയ്യാനും അവരെ ഇൽമി രംഗത്ത് ഡെവലപ്പ് ചെയ്യാനുമുള്ള തൗഫീഖ് കിട്ടി. മണ്ണാർക്കാട് ഒരു മൂലയിലുണ്ടായി. ആ മൂലയില് MKM കോയസ്ലയിൽ വാസിന് പോയി. അപ്പൊ ഈ മൂലയിൽ ഇങ്ങനെയാണ് വന്നപ്പോ സദസ്സൊക്കെ ഇങ്ങനെ നിശബ്ദമായി, ഭയങ്കര സംഗതി. അപ്പൊ കോയോലിയരിങ്ങനെ ചിന്തിച്ചു, എന്താ ഇയാൾക്ക് നാട്ടിലൊരു മൂല്യരായിട്ട്, ഈ വള്ളിക്കലൊരു മൂല്യരായിട്ട് ഇത്ര വലിയ ആദരവ്, എപ്പിസ്താദൊക്കെ വരുന്ന മാതിരി ആദരവ് ആ പള്ളിക്കൽ മൂല്യരിക്കും. പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കോയോലിയോട് ഇയാൾ ചോദിച്ചു, ഇന്ന അറിയോ ചോദിച്ചു. ഇല്ല, ഞാന് മറ്റേ. അപ്പൊ ഓല ദർസിലെ ഏറ്റവും കിതാബ് തിരിയാത്ത ഏറ്റവും എന്ത് എന്നൊക്കെ വിളിച്ച ആളില്ലേ, ആയിക്കോട്ടെ. ഞാനാ നിങ്ങൾക്ക് എങ്ങനെ ഇത്ര ആദരവുണ്ടായി ഈ മഹല്ലില്? ഞാൻ ഈ മഹല്ലിലെ പ്രസംഗിക്കാത്ത മൂല്യര് എന്നുള്ള ആദരവാണ്. ഇതിന്റെ മുമ്പത്തെ 2 മൂല്യന്മാർ ഈ മഹല്ലില് പ്രസംഗിച്ച് പാളിയിട്ട് കൊളായിട്ട് പോയതാ. ഇപ്പൊ ഞാൻ പ്രസംഗിക്കലെന്നില്ല. മൂപ്പർക്ക് പ്രസംഗിക്കാൻ അറിയില്ല, പ്രസംഗിക്കാൻ കഴിയൂല. അതുകൊണ്ട് ഈ മഹല്ലിൽ എനിക്കുള്ള പവർ പ്രസംഗിക്കാത്ത മൂല്യര് എന്നുള്ള പവറാണ്. നോക്കാ നിങ്ങള്, ആ മനുഷ്യനെ കൊണ്ട് അല്ലാഹു തആല ഇട്ടത് ആ മണ്ണാർക്കാട്ട് മഹല്ലിലാണ്. മക്കളെ, ഇതാണ് പടച്ചോൻ. ഈ പടച്ചോനാണ് നമ്മൾ നിയന്ത്രിക്കുന്നത്. ഏത് ഉഗാടിക്കാ നമ്മൾ പോകണത്?
ഇതൊക്കെറിഞ്ഞ് ഈ ആദരവ്, ഈ സ്നേഹം, സംതൃപ്തമായ ഭക്ഷണം ഈ പ്രായമായപ്പോഴേക്ക് നമ്മളെ എത്ര ആളുകളും വിളിച്ചു. നമ്മളാ ജീൻസുമ്മ തന്നെയാണെങ്കിൽ എടാപോടെ പുളി എത്ര വട്ടം കേൾക്കേണ്ടി ദിവസം. 97 വയസ്സായ പാപ്പ 13 വയസ്സായ കുട്ടിക്ക് ചാരുകസേര വലിച്ചിട്ട് കൊടുക്കുക. ഇരിക്കും ഒരു കുട്ടി 35 കൊല്ലം IAS-ഉം IPS-ഉം IFS-ഉം എല്ലാ സംഗതിയും കൂടിയും കിട്ടി 35 കൊല്ലം അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് 5-ാം തരം വരെ സ്കൂൾ പോകാത്ത മന്ത്രിക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കണം. ഇട്ടൊടച്ചോട 35 കൊല്ലത്തെ അധ്വാനം ഇട്ടൊടച്ചു മന്ത്രി പൂങ്കവർക്ക് മുമ്പിൽ. 13-ാമത്തെ വയസ്സിൽ ഓതാൻ പോയ മീസാൻ തുടങ്ങിയിട്ടില്ല, വന്നിട്ട് കിതാബ് തുടങ്ങാൻ ചോദിച്ചാൽ പോയിക്കോളി എന്ന് മൂലേര് പറഞ്ഞത്. ചെന്നപ്പോ 97 വയസ്സായപ്പ എണീറ്റ് നിന്നിട്ട് ആദരിച്ച് കൈപിടിച്ചിരുത്തിയതാണ്. ആരാണ് ആദരവ് തന്നത്? ഇത് നമ്മെ പടച്ച നാഥനായ അല്ലാഹു തന്ന ആദരവാണ്. എത്ര ബസിന്റെ സീറ്റ് നമുക്ക് കിട്ടി, നമ്മൾ കുടിച്ച ചായന്റെ ബില്ല് എത്ര ആൾ കൊടുത്തു, നമ്മൾ കയറിയ ബസ്സിൽ എത്ര ആൾ ബില്ലടച്ചു, ടിക്കറ്റ് വാങ്ങി, നമ്മൾ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ആളാ ബില്ല് കൊടുത്തിറങ്ങി. നമ്മൾ ഇത്ര കാലം കഴിച്ചിട്ട് നമ്മൾ അധ്വാനിച്ചത് കൊണ്ട് സമൂഹം അധ്വാനിച്ചതല്ലാതെ നമ്മൾ അധ്വാനിച്ചത് എന്ന നിലക്ക് നമ്മൾ എത്ര ഭക്ഷിച്ചിട്ടുണ്ട്. ഇതൊക്കെ അല്ലാഹു പോലെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത ആദരവല്ലേ? അല്ലാഹു പോലെ മനസ്സിലേക്ക് ആദരവ് ഇട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ ഓലത്തുണ്ടാവോ? ഏതെങ്കിലും സ്കൂൾ പോണ കുട്ടിക്ക് ഓല നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? ആദരവും സ്നേഹവും സുഭിക്ഷമായ ഭക്ഷണവും നല്ല ഡ്രസ്സും അന്തസ്സും അഭിമാനവും ഒക്കെ പടച്ചോൻ തന്നിട്ട് ഇനി ഏത് ക്ലോസറ്റ് കേൾക്കാനാണ് നമ്മൾ പോണത്? മൈസൂർ പോയിട്ട് എന്താ ഉണ്ടാകുക? ഛത്തീസ്ഗഡും ആസാമിയും കർണാടക സ്റ്റേറ്റുകാരനും തമിഴ്നാട്ടുകാരനും തമിഴനൊക്കെ വിസർജിച്ച അവരൊക്കെ കുലുക്കുഞ്ഞു തുപ്പിയ വാഷ് ബേസും ക്ലോസറ്റും കെകിയിട്ട് ജീവിക്കാൻ നമ്മൾ ഇത്ര തരംതാകണോ? ഇത്രയും വലിയ പോസ്റ്റിന്ന് നമ്മൾ കൂപ്പ് കുത്തിയിട്ട് ഈ വലിയ കുരലെന്ന് ഏത് തളപ്പറ്റാ നമ്മൾ വിടാൻ പോണത്? ഇങ്ങോട്ട് തികയോ നമ്മക്ക്? എന്നിട്ട് എന്തെങ്കിലും ആവോ? ഇതുകൊണ്ട് ഗൾഫിക്കാണ് കയറി. എത്ര കൊല്ലാണ് മക്കളെ? 40 കൊല്ലം ഗൾഫില് തന്റെ ഭാര്യയോടൊപ്പം ജീവിച്ച കാലഘട്ടം 4.5 കൊല്ലം. ആദ്യത്തെ പോക്ക് 4 കൊല്ലം 2 മാസത്തിന് നിന്നു. പിന്നത്തെ പോക്ക് 2 കൊല്ലം 2.5 മാസം നിന്നു. പിന്നത്തെ വരവ് 3 കൊല്ലം 4 മാസം നിന്നു. മൊക്കൊന്ന് കൂട്ടി 40 കൊല്ലത്തെ 3 കൊല്ലം തികയില്ല. ഭാര്യ ഭർത്ത ജീവിതം കിട്ടിയത് ആകെ ഈ ഹ്രസ്വമായ കാലയളവിൽ 3.5 കൊല്ലം. എവിടുക്ക പോണു? തന്റെ കുട്ടിന്റെ ഒരു കളി കാണാൻ പറ്റും, ഒരു കൊഞ്ചിക്കൊയഞ്ഞാടുന്ന് കാണാൻ പറ്റും. ഇപ്പാ വല്ലിപ്പ എന്ന് പറഞ്ഞിട്ട് ആ തല പിടിച്ചിട്ട് കൗത്തു പിടിച്ചിട്ട് ആ ചവിട്ടിൽ മന്ത്രിക്കുന്ന മന്ത്രത്തിന്റെ ഒക്കെ ഒരു ഹരം ആ ബാപ്പാക്ക് കിട്ടിയോ? ഇതൊക്കെ ഒഴിവാക്കിയിട്ട് എങ്ങോട്ടാണ് ഈ പോണത്? അള്ളാഹു വെച്ചിങ്ങനെ നീട്ടുക, നമ്മളിങ്ങനെ മണ്ടാന്നാണ് പയ്യ. എവിടുക്ക്? ഈദീക്ക്, മൈസൂരത്തെ ഹോട്ടൽക്ക്, ബാംഗ്ലൂരത്തെ ഹോട്ടൽക്ക്. ഹോട്ടലിലത്തെ പണി ഓ വല്ലാത്ത വേദന. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വദ്ദാ. വിശ്വസിച്ച് സൽക്കർമ്മം ചെയ്ത് മട്ടത്തിലാണ് ആയാൽ അള്ളാഹുവിന്റെ സ്നേഹം കിട്ടും. കൈസാഹേ? അടിമകളിലൂടെ. ഒരാൾ അള്ളാഹു സ്നേഹിച്ചാൽ വിവരം ജിബ്രീലിന് കൈമാറും. ജിബ്രീൽ അലൈഹിസ്സലാം ഒറ്റ അനൗൺസാണ് വാനലോകത്ത്. മലായിക്കത്തിലേക്ക് മുഴുവനും മെസ്സേജ് കിട്ടി. ഇന്നാലിന്റെ മനയാൽ പൊരുത്തപ്പെട്ടിരിക്കുന്നു. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങുന്ന മലക്കുകൾ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ആ മെസ്സേജ് കൈമാറി. മനുഷ്യര് നമ്മളെ സ്നേഹിച്ചു. അങ്ങനെയാണ് നമുക്ക് സ്നേഹം കിട്ടിയത്. മനുഷ്യര് നമ്മെ ദീനീയായ വിഷയം കൊണ്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളി, വാനലോകത്തിന് നിങ്ങളെ പേര് പറഞ്ഞിട്ടുണ്ട്. ഈ പേര് തിരുത്തി പറയേണ്ട, മാറ്റി പറയാനൊരവസരം നമ്മൾ കൊടുക്കണം. മക്കളെ, അതുകൊണ്ട് നമ്മൾ വലിയ ആദരണീയരാണ്. ഒറ്റ കാര്യവും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും.
അതുകൊണ്ട് ഇൽമ് എന്നത് ഒരു സ്വത്താണ്. ആ ഇൽമ് എന്ന സ്വത്ത് അതിന്റെ അർത്ഥം പ്രകാശം എന്നാണ്. നമ്മൾ പറയും മന്ദിക്കും മഹാനി നഹ്വും സർഫും ഒക്കെയാണ് ആലത്ത്. അല്ല, അത് മാത്രമല്ല ആലത്ത്. കിതാബുകൾ മുഴുവനും ആലത്തുകളാണ്. എന്തിനുള്ള ആലത്ത്? പ്രകാശം കിട്ടാനുള്ള ആലത്താണ്. മക്കളെ, നമ്മളെ കാത്തു നിൽക്കുന്നത് പ്രകാശമാണ്. നൂറുൻ യഖ്ദിഫുഹുല്ലാഹു ഫീ ഖൽബി അബ്ദിഹിൽ മുഅ്മിൻ, നൂറുൻ യഹ്ദില്ലാഹു ഇലൈഹി മൻ യശാ. ആ നൂർ പ്രകാശം. ദല്ലട്ടാ മക്കളെ, ഇസ്തിയാഗത്തല്ല, തർശിയല്ല, മുഗശയല്ല, മുത്ലഖയല്ല, മുജറദയല്ല, സൈദുൻ കസീറൻ മാദല്ല, സൈദുൻ ഹസീൽ ഫസീലല്ല, അതൊന്നല്ലട്ടാ. എന്നാൽ ഫാത്തിഹ സൂറത്തുമല്ല, ഇഖ്ലാസുമല്ല, അതൊന്നുമല്ല, മിഷ്കാത്തുമല്ല, ബുഖാരിയല്ല, മുസ്ലിമുമല്ല. പിന്നെന്താണ്? പ്രകാശമാണ്. എന്താണ് ആ പ്രകാശം? അനുഭവിച്ചേ പറ്റൂ. നിർവചിക്കാൻ പറ്റില്ല. പഞ്ചാരക്ക് സ്വാദുണ്ട്, പഞ്ചാരക്ക് കയ്പുണ്ട്. എപ്പോൾ കഴിക്കും? പഞ്ച കഴിച്ചു. എപ്പോൾ മധുരിക്കും? പനിമാറിയ മധുരിക്കും. എങ്ങനെ നിർവചിക്കാൻ പറ്റൂല. എന്താ പിന്നെ മാർഗം? അനുഭവിച്ചറിയണം. ഈ പ്രകാശം അനുഭവിച്ച് കിട്ടണം. മക്കളെ, വലിയ പോസ്റ്റിൽ അല്ലാഹു തആല നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മളെ കാത്തു നിൽക്കുന്നത് പ്രകാശമാണ്. ഈ പ്രകാശം നമ്മൾക്ക് കിട്ടി എന്നതിന്റെ അടയാളം എന്താണ്? അല്ലാഹു അക്ബർ. തക്ബീർ ഇങ്ങോട്ട് കിട്ടിയാൽ ഒരിറ്റ് കണ്ണുനീര് ഇങ്ങോട്ട് വീഴണം, ഒന്നിങ്ങോട്ട് പടക്കണം, ഒന്നിങ്ങോട്ട് ചേഞ്ച് ആകണം, ഒരു വല്ലാത്ത അനുഭൂതി വരണം, ഒരു വല്ലാത്ത ഹരം വരണം. ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കാമായിരുന്നല്ലോ, ബാങ്ക് കൊടുത്തല്ലോ, ഇനി നിസ്കരിക്കാമല്ലോ എന്ന ചിന്ത വരണം. ബാങ്ക് കൊടുത്തല്ലോ, ഇനി നിസ്കരിക്കണല്ലോ എന്ന ചിന്തയിൽ നിന്ന് ബാങ്ക് കൊടുത്തല്ലോ, ഇനി നിസ്കരിക്കാമല്ലോ എന്ന ചിന്തയിലേക്ക് നിങ്ങൾ എത്തിയാൽ നിങ്ങൾക്ക് പ്രകാശം കിട്ടിയിട്ടുണ്ട്. സിമ്പിൾ, വെരി സിമ്പിൾ ആണ് മനസ്സിലാക്കാൻ. അഥവാ ഇബാദത്തുകൾ മധുരമായിട്ട് ഏറ്റുവാങ്ങാം. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. എന്താണ് ഈമാൻ ഹലാവത്തിന്റെ അടയാളം? ഇബാദത്തുകൾക്ക് മധുരമുണ്ടാകലാണ് ഈമാനിന് മധുരമുണ്ട് എന്നതിന്റെ അടയാളം. ഇബാദത്തുകൾ മധുരപൂർവമായി ഏറ്റുവാങ്ങിയാൽ ഈമാനിന് മധുരമുണ്ടെന്ന് ബോധ്യമായി. ഇബാദത്തുകൾ മധുരപൂർവമായി ഏറ്റുവാങ്ങിയാൽ ഈമാനിന് മധുരമുണ്ടെന്ന് ബോധിച്ചു പോരാ. അവന് മഅരിഫത്ത് കിട്ടി, അവന് അല്ലാഹുവിനെ കാണും, ഓന് ലിഖാഉ, ഓന് ഫലാഹ്. എന്താണ് മക്കളെ ഇതിന് വേണ്ടത്? ഇതിന് രണ്ട് കാര്യം. ഒന്ന്, അസൂയയില്ലാത്തൊരു ഖൽബ്, അഹങ്കാരമില്ലാത്തൊരു ഖൽബ്, പകയുടെ മനസ്സില്ലാത്തൊരു ഖൽബ്, ഉൾനാട്യമില്ലാത്തൊരു ഖൽബ്, മാലിന്യമുക്തമായ ഒരു ഖൽബ്, സലീമായ ഒരു ഖൽബ്. പെയിന്റ് അടിക്കാൻ വേണ്ടി അല്ലൻസാറിൽ പെയിന്റ് അടിക്കാൻ വേണ്ടി വന്നപ്പോൾ എന്തോലും ചെയ്തത്? ആദ്യം ഇതിങ്ങനെ വരതി മാറ്റി, ഒരാൾക്ക് രണ്ടാൾക്ക് വരതിന്നേനു പണി. അതെ, അപ്പോഴേ ഇതായി പഠിച്ച ഫലം കിട്ടും. അല്ലെങ്കിൽ അതിങ്ങനെ കാത്തുകൊണ്ട് പ്രകാശം التحلي بعد التخلي. തഖ്ലിയത്ത് വേണം, പിന്നെയാണ് തഹ്ലിയത്ത്. അതുകൊണ്ട് നമ്മൾക്ക് ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ സാധ്യതയുള്ള ഒരു മഹാമാരി അസൂയയാണ്. അസൂയയില്ലാതെ ജീവിക്കുക.
ഏതൊരു കുട്ടിക്ക് എന്ത് ഫളില് കിട്ടിയാലും എത്ര സ്ഥാനം കിട്ടിയാലും അല്ലാഹ് കൊടുത്തതാണ്, അത് അല്ലാഹ് അവന് കൊടുക്കാൻ തീരുമാനിച്ചതാണ് എന്ന് വിശ്വസിക്കുക. ഓനത് കൊടുക്കാൻ പാടില്ലേനു എന്ന് പറഞ്ഞ് അള്ളാനെ ഗണ്ണിക്കല്ലേ. അസൂയക്ക് ഇത്രയും വലിയ പാപം ഉണ്ടാകാൻ കാരണം എന്താ? അല്ലാഹ് ചെയ്തത് ശരിയായില്ല, അള്ളാനെ തിരുത്തിയതുകൊണ്ടാണ്. ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, മക്കളെ ഇനി നിങ്ങൾ വിഷയത്തിക്ക് വരിട്ടാ. മക്കളെ മൂല്യരാകാന്നുള്ളതിന്റെ അർത്ഥം തലീകെട്ടിട്ടാന്നല്ല, മൂല്യരാകാന്നുള്ളതിന്റെ അർത്ഥം കമീസ് ഇടാന്നല്ല, മൂല്യരാകാന്നുള്ളതിന്റെ അർത്ഥം കിതാബ് തിരിയാന്നല്ല, മൂല്യരാകാന്നുള്ളതിന്റെ അർത്ഥം മഴന്നറിയാന്നല്ല, മൂല്യരാകാന്നുള്ളതിന്റെ അർത്ഥം പ്രസംഗിക്കാന്നല്ല, കുത്തുപോകാന്നല്ല, രസെടുത്താന്നല്ല. മൂല്യരാകാന്നുള്ളതിന്റെ അർത്ഥം പ്രകാശം കിട്ടുന്നതാണ്. ആ മൂല്യരിയത്രയാണ് അതിന്റെ രണ്ടാമത്തെ ഒരു ഉപാധി നിങ്ങളെ ജീവിതത്തിൽ ഇപ്പോൾ പറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന തെറ്റേതാണെങ്കിൽ ആ തെറ്റിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായി മുക്തമാവണം. എന്നാലേ ഇതുകൊണ്ട് കാര്യം കിട്ടും. ഓരോരുത്തരും ചിന്തിച്ചോളി, നിന്റെ അടുത്ത് എന്ത് അബദ്ധമുള്ളത്? മൊബൈൽ യൂസിങ്ങിൽ അബദ്ധമുണ്ടോ? അതിന്റെ ശേഷമുണ്ടോ? അതിന്റെ മുമ്പുണ്ടോ? എന്തെങ്കിലും അശ്ലീല വീഴ്ചയോ പ്രവർത്തനങ്ങളുണ്ടോ? ബന്ധമുണ്ടോ? വല്ല ലൈനും ഉണ്ടോ? വല്ല വേറെന്തെങ്കിലും തോന്നിയസങ്ങളുണ്ടോ? എന്താണ് ജീവിതത്തിലുള്ളത്? വല്ല കളവും, വല്ല കളവ് പറച്ചിലും ഉണ്ടോ? വല്ല ഗീബത്തും ഉണ്ടോ? ഉമ്മാനെ വേദനിപ്പിക്കാറുണ്ടോ? ഉപ്പായെ ബുദ്ധിമുട്ടിക്കാറുണ്ടോ? സഹോദരങ്ങൾ നമ്മളെ കൊണ്ട് ഇടങ്ങേറാകാറുണ്ടോ? എന്തു വീക്കൻസ് ആണോ നിങ്ങളുടെ ജീവിതത്തിലുള്ളത്, ആ വീക്ക് ഞാൻ നിർത്തിക്കോളാം എന്ന് ഈ സഭയിൽ വെച്ച് നമ്മൾ തീരുമാനിക്കാം. എന്നാ ഈ അല്ലൻ സാറിന്റെ സമ്മേളനം വിജയിച്ചു. ഇതിന് ഒരിക്കലേ അല്ലാഹ് മറ്റേ സാധനം തരൂല. ഷാഫി ഇമാം വക്കീൽ റളിയല്ലാഹു അൻഹു പാടിപ്പിച്ചതാണത്. കിട്ടൂലട്ടോ, ആ സാധനം കിട്ടും. ദർശനത്തുണ്ടാവും, കുത്തുബോധുണ്ടാവും, ദ്വാരക്കനുണ്ടാവും, വയലകനുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഈ സാധനം കിട്ടണോ, ഈ സംഗതി ചെയ്യണം. അതിന് മുപ്പളമല്ല, ബൽപ്പ ചെറുപ്പല്ല, കൊടുക്കാൻ നേരല്ല. നമ്മൾ റെഡിയായ നല്ലൊരു പാത്രം കൽബ് നമ്മൾ ചൊരിച്ചു കൊടുക്കണം. നല്ലൊരു ആത്മാവിനെ നമ്മൾ സജ്ജീകരിച്ചു കൊടുക്കുമാണ്. ഇത് രണ്ടും നമ്മൾ, ഏതാ ആത്മാവ്? കുറ്റമുക്തമായ ആത്മാവ്. ഏതാ കൽബ്? മാലിന്യമുക്തമായ കൽബ്. ഇത് രണ്ടും പടച്ചോനിലേക്ക് നമ്മൾ വെച്ചു കൊടുത്തോ, പ്രകാശം റെഡിയാണ്. അല്ലാഹ്ക്കൊരു ബുഖലുമില്ല. പിന്നെ ജീവിതം അടിച്ച് പൊളിച്ച് ഹരമായിട്ട് അല്ലാഹു അക്ബർ തക്ബീറൻ കിട്ടിയാൽ കരച്ചിലിങ്ങനെ തുടങ്ങും. ഒരു വേറൊരു ലോകത്തേക്ക് പോകും. അസ്സലാത്തു മിറാജുൽ മുഅ്മിൻ. ദോഷങ്ങളിൽ വെച്ച് നിങ്ങൾ സൂക്ഷിക്കേണ്ട ദോഷം കണ്ണാണ്. കണ്ണുകൊണ്ട് ഹറാമ് കാണില്ലെന്ന് മക്കളെ നിങ്ങൾ തീരുമാനിച്ചോളി. ഒക്കെ കിട്ടും. അത് നടപ്പിലാക്കിക്കോളി, എല്ലാം കിട്ടും. തസ്കിയത്ത് കിട്ടാൻ എന്താണ് വേണ്ടത്? വഖുല്ലിൽ മുഅ്മിനീന. ശ്രദ്ധിക്കണേ മക്കളെ, ഇത് ഞങ്ങൾക്ക് ഏറ്റവും കൂടി തരാട്ടാ. വഖുല്ലിൽ നിങ്ങളൊക്കെ ദർസെടുത്തുമ്പോ നിങ്ങളെ മുത്തഅല്ലിമീങ്ങളെ നസീഹത്ത് ചെയ്യാൻ നല്ലൊരു മേറ്റർ തിരിയാണ് ഞാൻ. വഖുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും.
മുഅ്മിനീങ്ങളോട് നബിയെ തങ്ങൾ പറയും ഒരു കണ്ണിമ്പിക്കോളും. കണ്ണിമ്പിയാൽ പിന്നെ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കുകയും ചെയ്യും. ഒരിക്കൽ നന്നാകണോ ഇപ്പണി ചെയ്യണം. ഖദ് അഫ്ലഹ മൻ തസക്ക ഇപ്പണി ചെയ്തു ജയിച്ചു. ഖദ് അഫ്ലഹ മൻ സക്കഹ ഇപ്പണി ചെയ്തു ജയിച്ചു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ ഇപ്പണി ചെയ്തോൽ നിസ്കാരത്തിൽ ഖുശൂഉള്ളവരായി. എന്താ ഖുശൂഇന് ഇമാം ഖുശൈരി തങ്ങൾ പറഞ്ഞ തരീഫ് അൽ ഖുശൂഉ ഖൈദുൽ ഉയൂനി അനിൻ നദരി. ഖുശൂഇന് ഇമാം ഖുശൈരി തങ്ങൾ റിസാലത്തുൽ ഖുശൈരിയിൽ പറഞ്ഞ തരീഫ് ഖൈദുൽ ഉയൂനി അനിൻ നദരി, നോട്ടത്തിനെ തൊട്ട് കണ്ണുകളെ ചങ്ങലക്ക് വെക്കലാണ്. നോക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് നോക്കുന്നതിനെ തൊട്ട് കണ്ണുകളെ ചങ്ങലക്ക് വെക്കലാണ്. കണ്ണ് സൂക്ഷിച്ചില്ലെങ്കിൽ ഈ പണിയോണ്ടൊന്നും ഒരു കാര്യമുണ്ട്. അകത്തളത്തിൽ സൂക്ഷിക്കണം. നമ്മൾ ജ്യേഷ്ഠന്റെ ഭാര്യമാര്, അഞ്ചന്റെ ഭാര്യമാര്, നിങ്ങൾ വാൻ ചെയ്ത ഭാര്യമാരെ ജ്യേഷ്ഠത്തിയാളും അമ്മായിമാന്റെ ജ്യേഷ്ഠത്തിയൻ നേരെ എളാപ്പാന്റെ മക്കൾ, ഇളയമാന്റെ മക്കൾ, മൂത്താപ്പാന്റെ മക്കള്, മൂത്തമ്മാന്റെ മക്കൾ, അമ്മായിന്റെ മക്കൾ, അമ്മോന്റെ മക്കൾ, അമ്മോന്റെ ഭാര്യ, നിരന്നവള. കോഴിക്കോട് അൽവാഷ്ടാൾക്കൻ കയറി ആഘോലം പറ്റൂല, ഒരു അധികപരം ഒക്കെ വേണം. അകത്തളത്തിൽ കണ്ട് സൂക്ഷിക്കണം. അപ്പോഴേ നമ്മൾ ദേവാ വിദ്യാർത്ഥിയായതിന്റെ ഫലം കുടുംബത്തിൽ കിട്ടുള്ളൂ. നമ്മൾ എല്ലാവരുമായി, നമ്മളെ ഏട്ടന്മാരുമാരും, നമ്മളെ അഞ്ചന്മാരുമാരും, നമ്മളെ നമ്മളെ അളാപ്പാന്റെ മക്കളുമാരും നമ്മളായാല് പിന്നെ എന്തിനിപ്പം നമ്മൾ ഈ പണിക്കും ഒരു പണം ലൈവായിട്ട് ആരാത് അളാപ്പാന്റെ മോളാണ്. അപ്പണി പറ്റൂല, ഈ സാധനം കിട്ടൂല. ഈ സഭയിൽ നിന്ന് നിങ്ങൾ ഈ തീരുമാനം എടുത്താൽ നമ്മൾ ഈ സഭ മുതലായി. ഞാൻ ഇനി എന്റെ കണ്ണിന് സൂക്ഷിച്ചോളാം. ഇത്ര രസമുള്ള പരിപാടി. കാണാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നിന്ന് കണ്ണ് ചിമ്പുക എന്നതിനേക്കാൾ ജീവിതത്തിൽ ഹരമുള്ള ഒരു പരിപാടിയില്ല. ഒന്ന് പരീക്ഷ നോക്കി. ആദ്യം വലിയ പണിയുക, പിന്നെ അത് ഹരയുക, പിന്നെ ഒരു പെണ്ണിനെ കണ്ടെങ്കിൽ ചിമ്പയും ചൊട്ടും. ഈ സംഗതി നമ്മൾ ചെയ്താലേ തസ്കിയത്ത് നന്നാവുക, സംസ്കരണം, പടച്ചോനെ പേടി എന്നൊക്കെ ഒരു വിഷയം, ഖുശൂഉൽ ഖൽബ് എന്നൊക്കെ ഒരു സംഗതി നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ ഷോക്കേസിൽ വെക്കാനുള്ള ചില കാഴ്ച വസ്തുക്കളെ. ഇന്നത്തെ ഏറ്റവും വലിയ സംഗതി അതാണ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന തെറ്റ്, കൂടുതൽ തവണ ചെയ്യുന്ന തെറ്റിന്റെ ഒരു സീരിയസ് ലഭിക്കാത്ത തെറ്റ്, മറ്റുള്ളവർ തെറ്റാണ് ചെയ്തതെന്ന് പരിഗണിക്കാത്ത തെറ്റ്, കണ്ണിന്റെ തെറ്റാണ്. എത്ര ശതമാനം എന്നറിയെങ്കിൽ 1000 തെറ്റൊരു മനുഷ്യൻ ചെയ്താൽ 720 തെറ്റും കണ്ണുകൊണ്ടാണ്. 250 തെറ്റ് ബാക്കിയുള്ള മുഴുവൻ അവയവങ്ങളെ കൊണ്ടുകൂടി ചെയ്യാനുള്ളൂ. അത്രയും കൂടുതൽ വരുന്ന തെറ്റാണ് കണ്ണിന്റെ തെറ്റ്. ഈ തെറ്റ് മനുഷ്യൻ ചെയ്തോ പ്രകാശം എന്ന സാധനം പിന്നീട് ലഭിക്കില്ല. യമനിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ 27-ാം രാവിന് നിസ്കാരം തുടങ്ങുന്നതിന്റെ മുമ്പ് ബോധരഹിതരായി വീഴുന്നവരെ കേറ്റിക്കടത്താനുള്ള കട്ടിലും ബെഡും ബെഡ്ഷീറ്റും സജ്ജീകരിച്ചതിന് ശേഷമേ നിസ്കാരം തുടങ്ങുള്ളൂ. നിസ്കാരത്തിൽ പടച്ചോനെ പേടിച്ച് ഓത്ത് കേട്ടിട്ടും അല്ലാതെയും ബോധം കെട്ടു വീണോലെ കടക്കാനുള്ള കട്ടില്, അവരെ കടത്താനുള്ള കട്ടില് അത് സജ്ജീകരിച്ചിട്ട് നിസ്കാരം തുടങ്ങുള്ളൂ. എങ്ങനെങ്കിലും ഒപ്പിച്ച് ഒന്ന് പോയി നോക്കി.
എന്താണ് പടച്ചോനെ പേടി, എന്താണ് ഖുശൂഉം ഫി സ്വലാത്ത്, എന്താണ് ഖൗഫും മിനല്ലാഹ്, എന്താണ് ഖശിയത്ത്, എന്താണ് ഹൈബത്ത്, എന്താണ് ഈ വജിലത്ത് ഖുലൂബുഹും, എന്താണ് ഈ സാദത്തുഹും ഈമാന, എന്താണ് ഈ അലാ റബ്ബിഹിം യതവക്കലൂൻ. ഇതൊക്കെ തിരിയണമെങ്കിൽ അതൊക്കെ ഒന്ന് കാണണം, അല്ലെങ്കിൽ സ്വയം അനുഭവിക്കണം. വെള്ളിയാഴ്ച രാവ് ഒരു പിന്നെ മൗലൂദുണ്ട്. മൗലൂദിലൊരു ഇബ്തിഹാലുണ്ട്. ആ ഇബ്തിഹാലം തുടങ്ങാൻ ബോധം കെട്ടി അങ്ങനെ വലത്ത് ഇടത്ത് മുമ്പില് ബാക്കില് സൈഡില് പടച്ചോനെ പേടിച്ചിട്ട് ബുഗേ, ബോധം കെട്ട് ബുഗേ. അല്ലാഹു അക്ബർ ഹബീബ് മർദങ്ങള് അല്ലെങ്കിൽ ബാലവി തങ്ങള് അവര് തക്ബീറാണ് കെട്ടിയ മക്കളെ, പിന്നീട് കരച്ചില. അദാബിന്റെ ആയത്ത് ഓതുമ്പോത്തിന് കരച്ചിലോടും. 3 വട്ടം ആവർത്തിച്ചോതുമ്പോഴേക്ക് പള്ളിയിലുള്ള മുഴുവൻ ആളുകളും കരയും. നിസ്കരിക്കാൻ വേണ്ടി മാത്രം പ്ലെയിൻ കയറി ആളുകൾ എത്തുക വിവിധ രാഷ്ട്രത്തിൽ നിന്ന് ആ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി മാത്രം ആൾക്കാർ. അജ്ജിനും പക്കും പോണല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, നിസ്കരിച്ചാൻ വേണ്ടി യാത്ര. എന്താ കാര്യം എന്നറിയാം? കണ്ണ് സൂക്ഷിക്കപ്പെടും. 5.5 മാസക്കാലം യമനിൽ ഞാൻ താമസിച്ചിട്ട് 85 വയസ്സ് തോന്നിക്കുന്ന, ഭ്രാന്തുണ്ടോ എന്നെനിക്ക് തോന്നിപ്പോയ, പീഡികത്തിണ്ണയിലിരിക്കുന്ന ഒരു പെണ്ണിന്റെ മുഖവും മുടിനാരിഴയുമല്ലാതെ 5.5 മാസത്തിനിടക്ക് ഒരു പെണ്ണിനെയും ഒരു പെണ്ണിന്റെ മുടിനാരിഴയും കാണേണ്ടി വന്നില്ല. എന്തേ? തെരീമെന്ന മമ്പോത്തങ്ങളുടെ നാട്ടിലെ വസ്ത്രധാരണ അങ്ങനെയാണ്. മൂടുപടമണിഞ്ഞ് എന്ന് മിഷ്കാത്തിന്റെ ഹദീസിൽ ഓതിയില്ലേ? മൂടുപടമണിഞ്ഞ് കാറ്റടിച്ച് ശരീരത്തിന്റെ വടിവേറ്റ ആണുങ്ങൾ കാണുമെന്ന് പേടിച്ചിട്ട് ഒന്നായിട്ടൊരു പൊത, ഒരു 5-6 മീറ്റർ വലിപ്പമുള്ള വലിയൊരു പൊത. കള പറിക്കാൻ പോകുന്നുണ്ട്, പുല്ലരിയാൻ പോകുന്നുണ്ട്, വിറക് വെട്ടാൻ പോകുന്നുണ്ട്, ആട് മേക്കാൻ പോകുന്നുണ്ട്. ഔത്ത് പെണ്ണുങ്ങള് മുഖമൂടിയിട്ടാൻ പോവാ, കയ്യുക ധരിച്ച പോവാ, കാലുക ധരിച്ച പോവാ. ആട് മേക്കാൻ പോകുന്ന പെണ്ണ് കയ്യുറയും കാലുറയും മുഖമൂടിയും ധരിച്ച് ആട് മേക്കാൻ പോകുന്ന ഒരു നാടിന്റെ ഒരു ഇസ്ലാമിക അന്തരീക്ഷം ഇനി പറയണോ? അവിടുത്തെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കാണണ്ട, പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെയും കാണണ്ട. പള്ളിക്കട് വന്ന കരച്ചില് റെഡിയാണ്, അകത്തളത്തിൽ പെണ്ണുങ്ങളെ പൊട്ടിക്കരച്ചില് റെഡിയാണ്. മക്കളെ, നിസ്കാരത്തിൽ ഖുശൂ വേണമെന്ന് പൂതിണ്ടോ? ഖുശൂ എന്താണെന്ന് അറിയാൻ കമ്പുണ്ടോ? പ്രകാശം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ലിഖാഅ് അല്ലാഹനെ കാണണമെന്ന് പൂതിണ്ടോ? മൂലരാകണമെന്ന് കമ്പുണ്ടോ? കണ്ണ് സൂക്ഷിച്ചേ പറ്റൂ, വേറെ ഒരു നിർവാഹവും. മൻ നദറ ഇലാ മഹാസിനി ഇംറാത്തിൻ, ഏതോ ഒരു പെണ്ണിന്റെ നിക്കറല്ലേ, തെങ്കീറല്ലേ, മിസ്താഖ് വഹദാനല്ലേ, വഹദാൻ തബ്ദീലല്ലേ, ഏതോ ഒരു പെണ്ണിന്റെ ജീവനുണ്ടാകട്ടെ, നിഴലാവട്ടെ, ബിംബമാവട്ടെ, പ്രതിബിംബമാവട്ടെ, കട്ടൗട്ടാവട്ടെ, കൈസാഹേ, എങ്ങനെ അതിന്റെ ഏതു തരം ഭംഗി മുഴുവനും അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഭംഗിയാണ്. ഒരു മാംസളമായ ഭാഗവും മുടിനാരിയും കാണുന്നില്ല, പക്ഷെ ഭംഗിയാണ്. ആ ഭംഗിയിലേക്ക് യാദൃശ്ചികമായി ഒന്ന് നോക്കി. കണ്ടപാടെ കണ്ണു ചിമ്പി. കണ്ടപാടെ കണ്ണു നിയന്ത്രണത്തിൽപ്പെട്ട പാടെ. അവിടെ ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾ പറയും ബഹുസ്വര ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ ഈ കൂത്താടിയ, ഈ എടുത്താടിയ ഈ കേരളത്തിൽ എങ്ങനെ നമ്മളൊക്കെ കണ്ണിയും പീവിക്കുക? നമ്മളെ നിയന്ത്രണത്തിൽപ്പെട്ടതിന് ശേഷമേ ചോദിക്കണുള്ളൂ, നിയന്ത്രണത്തിൽ പെണ്ണിന് മുമ്പ് ചോദിക്കണില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ സെന്റൻസ് മൻ നദറ ഇലാ മഹാസിനി ഇംറാത്തിൻ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് വന്നത് മൻ ഫഗല്ല, പിന്നെ ചിമ്പി. എപ്പ ചിമ്പി? നിയന്ത്രണത്തിൽപ്പെട്ടതിന് ശേഷം ചിമ്പി. അതാണ് ആ തഖീബ്, അതാണ് ആ മുഹ്ലത്ത്. മൻ നദറ, അതെങ്ങനെ വെക്കണം മക്കളെ? മൻ നദറ യാദൃശ്ചികമായി നോക്കിപ്പോയാൽ, ഫഗല്ല നിയന്ത്രണത്തിൽപ്പെട്ടതിന് ശേഷം ചിമ്പിയാൽ.
അങ്ങനെ അർത്ഥം നോക്കല്ലേ. എന്താ സമ്മാനം എന്നറിയോ? വജദ മൻ യജിദു ഹലാവതഹ ഫീ ഖൽബിഹി അഹദതഹു അല്ലാഹു ലഹു ഇബാദതൻ യജിദു ഹലാവതഹ ഫീ ഖൽബിഹി. അല്ലാഹു അവന് വേണ്ടി ഒരു ഇബാദത്തിനെ പടക്കും, ആ ഇബാദത്തിന്റെ മധുരം ഹൃദയത്തിൽ ആസ്വദിക്കും. വജദ എന്നതിൽ ഒരു ആസ്വാദനമാനുണ്ട്, അതൊരു ആസ്വാദനാണ്. മക്കളെ തീരുമാനിച്ചോളി. എന്തെങ്കിലും അപാകതയിൽ പോയിട്ടുണ്ടോ, പിണഞ്ഞിട്ടുണ്ടോ, കുടുങ്ങിയിട്ടുണ്ടോ, ഇപ്പൊ പ്രതിജ്ഞ ചെയ്തോളി. ആരോടും കള്ളി മുണ്ടണ്ട. രണ്ട്, നമ്മൾ തെറ്റല്ലെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഈ ഒരു വലിയ മഹാമാരിയാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്തായ പ്രകാശം കിട്ടുന്നതിന്, ഖുശൂ കിട്ടുന്നതിന്, ലിഖാഉള്ളക്ക്, മഅരിഫത്തിന് തടസ്സമായത് നോക്കണം. അതുകൊണ്ട് കണ്ണു ചിമ്പി ജീവിക്കണം. ഈ രണ്ടു കാര്യം നമ്മൾ ചെയ്താൽ, എന്നിട്ട് ഈ ഫീൽഡിൽ നമ്മൾ ഈ ത്യാഗങ്ങളും പ്രയാസങ്ങളൊക്കെ സഹിച്ച് നമ്മൾ നിൽക്കുമ്പോൾ ഇത് ഫുട്ബോൾ കളിക്കളത്തിലെ അടഞ്ഞ ടീമുകളിലേക്ക് കൂട്ടിയടിച്ചിട്ടും കൂട്ടിമുട്ടിയിട്ടും ശക്തമായി തേരോട്ടം ഉണ്ടായിട്ടും എന്തേ അവർക്ക് വേദന തോന്നാതിരുന്നു? ഹരം. അതെ, ഇനി ഈ രംഗത്ത് ത്യാഗമായി ഒന്നുമില്ല, ഈ രംഗത്ത് പ്രയാസമായി ഒന്നുമില്ല. ഇനി നമ്മൾ ഹരത്തിന്റെ പുഴയിൽ നീന്തും. ഹരപ്പുഴയിൽ നമ്മൾ നീന്തും. അവസാനം നമ്മൾ സ്വർഗീയ പുഴയിൽ നീന്തും. ലിഖാ നമ്മൾക്ക് കിട്ടും, മഅരിഫത്ത് കിട്ടും. മഅരിഫത്ത് കിട്ടിയോനെ ലിഖാ കിട്ടുള്ളൂ. മഅരിഫത്ത് കിട്ടണമെങ്കിൽ പ്രകാശം കിട്ടണം. പ്രകാശം കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞ 2 ക്വാളിഫിക്കേഷൻ വേണം. മാലിന്യമുക്തമായ ഖൽബും ദോഷമുക്തമായ ആത്മാവും കൊടുക്കണം. وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. എല്ലാവരും ദ്വാരക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദ്വാരക്കും. അസ്സലാമു അലൈക്കും.